അപ്പം ദൈവദാസൻ സൂക്ഷിച്ച് നോക്കുന്നു, അതെന്തുകൊണ്ടാണ് മനസ്സിലാകാഞ്ഞതെന്ന് ദൈവദാസൻ മനസ്സിൽ ചിന്തിച്ചു തന്നെയാ. അത് തന്നെയാ കാര്യം. അതവിടെ ഇരുന്നോട്ടെ. ഇപ്പോഴും അവർക്ക് മനസ്സിലാകില്ല, അവർക്കാർക്കും മനസ്സിലായില്ല. പക്ഷേ ഞാൻ അന്ന് രാത്രി വേദപുസ്തകം കയ്യിലെടുത്തു. നിങ്ങളൊന്ന് ചിന്തിച്ചേ, 10-28 വർഷം മുമ്പ് കേരളത്തിന്റെ മണ്ണിൽ ബന്ധിക്കോസുകാർ പോലും വേദപുസ്തകം പൊതിഞ്ഞുകൊണ്ട് നടക്കുന്ന കാലഘട്ടത്തിൽ യാക്കോബായ സഭയിൽ, പ്രത്യേകിച്ച് മണ്ണുകാട്ടുപള്ളി ഇടവകയിൽ ഒരു പയ്യൻ വേദപുസ്തകമായിട്ട് പരസ്യമായിട്ട് നടന്നാൽ സമൂഹം എങ്ങനെ പ്രതികരിക്കുമെന്ന് ഞാൻ പറയാതെ ദൈവജനത്തിന് മനസ്സിലാകും. അന്ന് തന്നെ മണ്ണുകാട്ട് കൊച്ചുകുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി എന്തായിരുന്നു അറിയാമോ? കള്ളുകുടിയന്മാരുടെ ഒക്കെ പുറകെ നടന്ന് കള്ളു കുടിക്കരുത്, ദൈവത്തിൽ വിശ്വസിക്കണം, യേശുവിനെ പ്രാർത്ഥിക്കണം. ഒരു വശത്ത് ഇങ്ങനെ നടക്കുന്നു, മറുവശത്ത് പഠിക്കുന്നു. ഞാനൊരു ചെറിയ സാക്ഷ്യം നിങ്ങളോട് പറയാം. 100 കാര്യം ഉണ്ടെങ്കിലും ആർക്കെങ്കിലും ഒരു പ്രചോദനമാകട്ടെ എന്ന് വിചാരിച്ച് പറയുക. ഞാനൊരു ചെറിയ അനുഭവം പറയാം. ഞാൻ എല്ലാ വിധത്തിലും ഒറ്റപ്പെട്ട ഒരു പരിഹാസ വിഷയമായി തീർന്നു. വീട്ടിലെ ഇളയ മോന, തറവാടിലേക്ക് അവകാശപ്പെട്ടതാ, തീരുമാനം എങ്ങനെയാ. പക്ഷേ ദൈവമക്കളെ, ഒരു ശനിയാഴ്ച രാവിലെ 6 മണിക്ക് തലേ ദിവസം കിടന്ന കിടക്കെടുത്ത് തല വെച്ച് സഹിക്കാൻ നിവൃത്തിയില്ലാതെ മടുത്തിട്ട് ഈ വേദപുസ്തകം മാറോട് ചേർത്ത് എന്റെ യേശു നിമിത്തം ഞാൻ എനിക്ക് അവകാശപ്പെട്ട തറവാടിനോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ പെട്ടിക്കകത്തിരുന്ന 80 രൂപ എടുത്ത് എന്റെ പോക്കറ്റിലിട്ടു. ദൈവമക്കളെ, ആ 80 രൂപ പോക്കറ്റിലിട്ടുകൊണ്ട് മുറ്റത്ത് നിന്നുകൊണ്ട് എന്നെ നൊന്ത് പ്രസവിച്ച് അമ്മയുടെ മുഖത്തേക്ക് ഞാൻ 3 വട്ടം സൂക്ഷിച്ചു നോക്കി. പക്ഷേ ഞാൻ വിചാരിച്ചത് എന്റെ അമ്മ ഓടി വന്ന് എന്റെ കൈക്ക് പിടിക്കുമെന്ന. പക്ഷെ തറവാട് മോഹിച്ച ജേഠനും പിതാവും കൂടെ മറുപടി പറഞ്ഞു, വേദവസ്തുവായിട്ട് നടന്ന് കുടുംബത്തിന് അവമാനം വരുത്തുകയല്ലേ. അതിന്റെ ഇടയ്ക്കൊരു വാക്കുപയോഗിച്ചു, അത് സമൂഹത്തിൽ പറയാൻ കൊള്ളില്ല, ഇന്ന് മുറിവായി കിടക്കുന്നു. വേദവസ്തുവായിട്ട് നടന്ന് കുടുംബത്തിന് അവമാനം വരുത്തുകയല്ലേ. വേദവസ്തുവായിട്ട് നടന്ന് കുടുംബത്തിന് അവമാനം വരുത്തുന്നവൻ വേദവസ്തുവായിട്ട് പോയി ജീവിച്ചോളാൻ പറഞ്ഞു. മാലം പാൽത്തുക കൂട്ടുകാരൻ ജോണിച്ചന്റെ അടുക്കൽ ചെന്നു. ഒരു കൊച്ചുമുറി, 500 രൂപ അഡ്വാൻസ്, 175 രൂപ വാടക, 80 രൂപയിൽ 50 രൂപ അഡ്വാൻസ് കൊടുത്ത് 450 രൂപ കടം പറഞ്ഞ് ബാക്കി 30-ൽ 5 രൂപ മാലം പാലത്തിനടുത്തുള്ള തെക്കലെ കുഞ്ഞച്ചന്റെ ബേക്കറി കൊടുത്ത് റൊട്ടി മേടിച്ച് ഈ വേദപുസ്തകം നിമിത്തം ഞാൻ ആ മുറിക്കകത്ത് ജീവിതം ആരംഭിച്ചെങ്കിൽ ഈ വേദപുസ്തകം കൊണ്ട് എന്നെ കരുതിയ ദൈവം ജീവിക്കുന്നു. ഈ വേദപുസ്തകം കൊണ്ട് എന്നെ കരുതിയ ദൈവം ജീവിക്കുന്നു. ദൈവജനമേ, യേശുവിൽ ആശ്രയിച്ചാൽ ലജ്ജിക്കേണ്ടി വരില്ല. യേശുവിൽ ആശ്രയിച്ചാൽ ഒരു നന്മയ്ക്കും കുറവ് വരില്ല. ഈ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാ, ഈ ദൈവം കരുതുന്ന ദൈവമാ, ഈ ദൈവം ഉയർത്തുന്ന ദൈവമാ, ഈ ദൈവം തലമുറയെ അനുഗ്രഹിക്കുന്ന ദൈവമാ. എന്റെ ദൈവം അനുഗ്രഹിക്കുക, സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുക, ഉന്നതത്തിലെ സർവശക്തൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. എന്റെ സഹോദരങ്ങൾക്കൊക്കെ ഏറെ മുതലുണ്ട്. പക്ഷേ ദൈവമക്കളെ, ഇന്ന് വരെ ഒരു 10 രൂപ അവരോട് വായ്പ ചോദിക്കാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. എന്നാൽ പാത്രേ, മറ്റൊരു കാര്യം ഞാൻ പറയാം. ഞാൻ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. മറ്റൊരു കാര്യം ഞാൻ പറയാം. എന്റെ സഹോദരങ്ങളെല്ലാം എന്നോടോ എന്റെ ഭാര്യയോടോ വായ്പ മേടിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ യേശു, അതാണ് നമ്മുടെ യേശു. ദൈവമക്കളെ, ചങ്ക് തുറന്ന് പറയട്ടെ, ഇന്ന് രാവിലെയും എൻ്റെ ഒരു സഹോദരൻ എൻ്റെ ഭാര്യയോട് വായ്പ മേടിച്ചു. ദൈവമക്കളെ, ലജ്ജിക്കേണ്ടി വരില്ല. യേശുവിൽ ആശ്രയിച്ചാൽ ലജ്ജിക്കേണ്ടി വരില്ല. യേശുവിൽ ആശ്രയിച്ചാൽ ഒരു നന്മയ്ക്കും കുറവ് വരില്ല. ഈ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാ. അബ്രാഹാമിനെ അനുഗ്രഹിച്ച ദൈവം അനുഗ്രഹിക്കുക. അബ്രാഹാമിനെ കരുതിയ ദൈവം കരുതും. അബ്രാഹാമിന്റെ തലമുറയെ അനുഗ്രഹിച്ച ദൈവം തലമുറയെ അനുഗ്രഹിക്കുക. അബ്രാഹാമിനെ തലമുറയ്ക്ക് അനുഗ്രഹമാക്കിയ ദൈവം എന്നെ നിങ്ങളെ തലമുറയ്ക്ക് അനുഗ്രഹമാക്കും. എന്റെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം. എരീത്തോണ്ട തീരത്തിരുന്ന് ഏലിയാവിനെ ഇസബേലിന്റെ കൊട്ടാരത്തിലെ രാജഭോജനം ഒരു കാക്കയിൽ കൂടി എത്തിച്ചു കൊടുത്ത ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാ. ആ ദൈവം കരുതും. എന്റെ ദൈവം കരുതുക തന്നെ ചെയ്യും. മരുഭൂമി മഞ്ഞ കൊടുത്തവൻ, മരുഭൂമി തീക്കൽ പറയുന്ന വെള്ളം കൊടുത്തവൻ, മരുഭൂമി കാടപ്പക്ഷിയെ വരുത്തിയവൻ, മരുഭൂമി രാത്രി ദീപസ്തംഭമായി പകൽ മേഘസ്തംഭമായി കൂടെയിരുന്നവൻ ഇന്നും അങ്ങനെ തന്നെ ചെയ്യുന്ന ദൈവമാ. ഈ തലമുറയിലും അങ്ങനെ തന്നെ ചെയ്യുന്ന ദൈവമാ. ഈ 2008-ലും 21-ാം നൂറ്റാണ്ടിലും സ്വന്തം ജനത്തിന് വിശന്നാൽ മരുഭൂമി കരത്തിൽ 5 അപ്പവും 2 മീനും എടുക്കുന്നവന് ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു. ഇല്ലെന്ന് ലജ്ജിക്കേണ്ടി വരില്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിച്ച്. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ യേശുവിനെ ആശ്രയിക്കാൻ എന്തിനാ മടിക്കുന്നത്? എന്റെ യേശുവിനെ വിശ്വസിപ്പാൻ എന്തിനാ മടിക്കുന്നത്? എന്റെ യേശുവിനെ സ്നേഹിപ്പാൻ എന്തിനാ മടിക്കുന്നത്? ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട്, ഇന്ന് രാത്രി കള്ളുകുടി അവസാനിപ്പിക്ക്, ഇന്ന് രാത്രി ബീഡി സിഗരറ്റ് ഉപേക്ഷിക്ക്,
ഇന്ന് രാത്രി പകല് ഉപേക്ഷിക്ക്. ഇന്ന് രാത്രി വചനത്തോടുള്ള ബന്ധത്തിൽ ജീവിതത്തെ ക്രമീകരിക്ക്. ഇന്ന് രാത്രി പാപത്തോട് യാത്ര പറ. കൊട് ജീവിതം യേശുവിന് കൊട്. വചനത്തിന് വിരുദ്ധമായത് ഉപേക്ഷിക്ക്. ദൈവാത്മാവിന് ചേരാത്തത് ഉപേക്ഷിക്ക്. പാവപ്പെട്ട എന്റെ അനുഭവത്തിൽ കൂടെ, ഇവിടെ നിരന്നിരിക്കുന്ന ദൈവദാസന്മാരുടെ അനുഭവത്തിൽ കൂടെ, തലമുറയുടെ ആവേശമായിരിക്കുന്ന ഈ ദൈവദാസന്റെ കുടുംബത്തിന്റെ അനുഭവത്തിൽ കൂടെ, ഇവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ട വീണ്ടും ജനിച്ച ദൈവജനത്തിന്റെ അനുഭവത്തിൽ കൂടെ കരമുയർത്തി പറയുന്നു, ഈ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാ, ഈ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാ, ഈ ദൈവം കരുതുന്ന ദൈവമാ. വിശ്വസിക്കേ സഹോദരൻ, നിർബന്ധിക്കുന്ന വിശ്വസിക്കേ, തലമുറയെ നിർബന്ധിക്കുന്ന വിശ്വസിക്ക്. എന്റെ യേശുവിൽ വിശ്വസിക്ക്, അനുഗ്രഹിക്കും. ഞാന് ദേഷ്യത്തോടെ നോക്കാതെ സ്തോത്ര കാഴ്ച എടുപ്പിച്ചോളാം. ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ ദൈവമേ? സ്തോത്രം പറയുക എന്നാ ഞാൻ ഓർത്തത്. പക്ഷെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്തോത്ര കാഴ്ച എന്ന. എനിക്കങ്ങ് പ്രസംഗിച്ച് കിട്ടുന്നതും മേടിച്ചോണ്ട് പോയാൽ പോരെ, അദ്ദേഹം അല്ലേ അനുഭവിക്കുന്നത്. ഒന്നും ഭാരപ്പെടണ്ട, ദൈവമക്കള് സഹകരിച്ചോളും. നിങ്ങളെക്കായാലും പീറ്ററിന്റെയും നിർമ്മല പീറ്ററിന്റെയും പാട്ട് ആഗ്രഹിച്ചാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. അവര് പാടും. നിങ്ങൾ പാടെന്തെന്ന് പറഞ്ഞാൽ അവരിന്ന് പാടും. അതുകൊണ്ട് അതിനെല്ലാം അവസരമുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ, എല്ലാറ്റിനും അവസരമുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. മോൻ ഇടയ്ക്കിടയ്ക്ക് വാച്ചയിലൊന്നും നോക്കണ്ട. വാച്ചയിലൊന്നും നോക്കി അങ്ങനെ നിൽക്കുകയല്ല, നിർത്താൻ ദൈവാത്മാവ് പറഞ്ഞൊരു സമയമുണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ദൈവമക്കളെ, ഞാൻ അച്ഛനായതൊരു അനുഭവ സാക്ഷ്യമാണ്. അത് വിവരിക്കാൻ പോയാൽ ഏറെ സമയം വേണം. ഒരു കാര്യം ഞാൻ പറയാം, ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം ചെയ്യുന്നതെല്ലാം നന്മയ്ക്കാണ്. സ്തോത്രം പറഞ്ഞില്ലല്ലോ, അത്രേ പറയുന്നുള്ളൂ. ഇനി അടുത്തൊരു വാചകം പറയുക. ഒരച്ഛനായി 6 മാസത്തിനകം എനിക്ക് മനസ്സിലായി എന്റെ ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ മണ്ടത്തരം. ഇവിടെ ഇരുന്ന ദൈവദാസന്മാർക്കോ ബെന്തിക്കോസുകാർക്കോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. ഈ കായംകുളം, അടൂര്, മാവേലിക്കര സമീപ പ്രദേശ പറഞ്ഞത്. ഈ പ്രദേശങ്ങളിലൊക്കെ ഒരു അച്ഛനായി, ഷമ്മാശനായി ദീർഘകാലം വന്ന് ശ്രൂഷിച്ച അന്ന് എന്റെ വായിലെ വാക്കുകൾ കേട്ട് ആരെങ്കിലും ഇതിന്റെ മധ്യത്തിലുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ദൈവമക്കളെ, അങ്ങനെ ഞാൻ ചിന്തിച്ചത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചോദിക്കും. ഒറ്റ കാരണം കൊണ്ട്. എന്താണെന്നറിയാമോ? ഈ വേദപുസ്തകം ഞാൻ പല പ്രാവശ്യം വായിച്ചു. ഞാൻ ഈ അനുഭവ സാക്ഷ്യം പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ ഒന്നിനെയും കുറ്റം പറയില്ല, ആരെയും കുറ്റപ്പെടുത്തില്ല കേട്ടോ. ഇനി ആ പ്രതീക്ഷ വല്ലതും പാട്ടർക്ക് ഉണ്ടോ? അങ്ങനത്തെ ക്രമീകരണം വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ പാട്ടർക്ക് ചെയ്തേച്ചാൽ മതി, ഞാൻ ചെയ്യില്ല. ഞാൻ ഒന്നിനെയും കുറ്റപ്പെടുത്തില്ല. ഞാൻ യേശുവിനെ ഉയർത്താൻ മാത്രമേ ചെയ്യൂ. അതുകൊണ്ട് അതാരും പ്രതീക്ഷിക്കണ്ട. ദൈവമക്കളെ, എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചു എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി, ഞാൻ ഈ വേദപുസ്തകം പല പ്രാവശ്യം വായിച്ചു. കുത്തിയിരുന്ന് ഈ വേദപുസ്തകം പല പ്രാവശ്യം വായിച്ചു. ഈ വേദപുസ്തകം പല പ്രാവശ്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ പദവിയിലേക്ക് വന്നത് എന്റെ ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ മണ്ടത്തരം. കത്തോലിക്ക സഭയിലെ വൈദികരെ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്ന മനക്കലച്ചൻ വിശ്വാസ സ്ഥാനമേറ്റ് ബന്ദിക്കോസി വന്നത് വേദപുസ്തകം വായിച്ചത് കൊണ്ടാ. ക്രിസ്തുനച്ഛൻ ഈ മാർഗത്തിൽ വന്നത് വേദപുസ്തകം വായിച്ചത് കൊണ്ടാ. കട്ടപ്പനയുള്ള ഗീവർഗീസ് അച്ഛൻ ഈ മാർഗത്തിൽ വന്നത് വേദപുസ്തകം വായിച്ചത് കൊണ്ടാ. വർഷങ്ങൾക്ക് മുമ്പ് യാക്കോബായ സഭയിൽ 7 അച്ഛന്മാര് പുറത്തുപോയി വിശ്വാസസ്ഥാനമേറ്റത് ദൈവമക്കളെ വേദപുസ്തകം വായിച്ചത് കൊണ്ടാ. അവരുടെ എണ്ണം ഇന്ന് 9 അച്ഛന്മാരുണ്ട്. ദൈവമക്കളെ, ഈ തലമുറയിൽ ഒരിക്കൽ ആവേശമായിരുന്ന കാനാച്ചൻ ഈ വിശ്വാസസ്ഥാനമേറ്റ് ഈ മാർഗത്തിൽ വന്നത് വേദപുസ്തകം വായിച്ചത് കൊണ്ടാ. പുതുപ്പള്ളിക്കാരൻ ജോർജ് മാത്യു അച്ഛൻ ഈ മാർഗത്തിൽ വന്നത് വേദപുസ്തകം വായിച്ചത് കൊണ്ടാ. അനേക അച്ഛന്മാരും കന്യാസ്ത്രീകളും ഈ വേദപുസ്തകം എടുത്ത് തെരുവീതിയിൽ കൂടെ ഇന്ന് യേശുവിനെ ഉയർത്തിക്കൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? വേദപുസ്തകം വായിച്ചത് കൊണ്ട്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്, കരമുയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യ്. സഹോദര, വേദപുസ്തകം വായിക്ക്, കാര്യം മനസ്സിലാകും. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവമക്കളെ, 100 കാര്യം പറയാനുണ്ടെങ്കിലും ഒരു കാര്യം മാത്രം ഞാൻ പറയാം. അനേക കാര്യം പറയാനുണ്ട്, പങ്കുവെക്കാനുണ്ട്. ഒരു ദിവസം കൊണ്ടത് സാധ്യമല്ലല്ലോ. സമയത്ത് അവസാനിപ്പിക്കേണ്ടത് എന്റെയും ആവശ്യമാണല്ലോ. ദൈവമക്കളെ, 100 കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു കാര്യം പറയാ. ഞാനിത് പറയുന്നത് 2 ലക്ഷ്യത്തോടെയാ. ഒന്ന്, ആയിരിക്കുന്ന അനുഭവത്തെ ഓർത്ത് ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കാനും, രണ്ടാമത് അനുഭവത്തിൽ വരാത്തവർ ഈ അനുഭവത്തിൽ വരാനും.
എന്താണെന്നറിയാമോ? 40 രാവും പകൽ ഉപവസിച്ചിരിക്കുന്ന മോശയുടെ കയ്യിലേക്ക് ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവ സീനായി പർവ്വതത്തിന്റെ ഉൾഗർഭത്തിൽ വെച്ച് എഴുതി കൊടുത്തു. എന്തെഴുതിയെന്നറിയാമോ? ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവം നിനക്കുണ്ടാകരുത്, മീതെ സ്വർഗം താഴെ ഭൂമി, ഭൂമിക്കീഴെ വെള്ളം ഉണ്ടാക്കരുത്, നമസ്കരിക്കരുത്, സേവിക്കരുത്. ആരെങ്കിലും ചെയ്താൽ 3-4 തലമുറയെ സന്ദർശിക്കും, ചെയ്യാതിരുന്നാൽ 1000 തലമുറയെ അനുഗ്രഹിക്കും. കത്തോലിക്കർ ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ ആരെങ്കിലും ചെയ്താൽ 3-4 തലമുറയെ ശിക്ഷിക്കും, ആരെങ്കിലും ചെയ്യാതിരുന്നാൽ 1000 അല്ല 1000 തലമുറയെ ഞാൻ അനുഗ്രഹിക്കും. ദൈവമക്കളെ, ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരിൽ പലരും ഒരിക്കൽ തലമുറയ്ക്ക് ശാപമായിരുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരും ഒരിക്കൽ തലമുറയ്ക്ക് ശാപമായിരുന്നു. പാവപ്പെട്ട ഞാൻ 2 വർഷം മുമ്പ് വരെ തലമുറയ്ക്ക് ശാപമായിരുന്നു. എന്നാൽ ഒരിക്കൽ തലമുറയ്ക്ക് ശാപമായിരുന്ന എന്നെ നിങ്ങളെയും ഏതൊരു ദിവസം ഏതൊരു മുഖാന്തരത്തിൽ കൂടെ സ്വർഗത്തിലെ ദൈവം വിളിച്ചു വേർതിരിച്ച് ഈ സത്യ ആരാധന എനിക്ക് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന് എന്നെ നിങ്ങളെ സ്വർഗത്തിലെ ദൈവം ഈ തലമുറയ്ക്ക് അനുഗ്രഹമാക്കി തീർത്തതിനെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഞാൻ ഒന്നുകൂടി പറയാ, കൊതി തീരാത്തത് കൊണ്ട് ആവർത്തന പരിസ്ഥിതി ഉണ്ടാകരുത്. നമ്മൾ തലമുറയ്ക്ക് ശാപമായിരുന്നു, എന്നാൽ ഇന്ന് നമ്മൾ തലമുറയ്ക്ക് അനുഗ്രഹമാ. കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചേ, കൈയടിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്തേ, കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചേ, കൈയടിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്തേ. ദൈവമക്കളെ, ഞാനൊരു അച്ഛനായിരുന്നെന്ന് എങ്ങും ചെന്ന് പറയേണ്ട കാര്യമില്ല. അച്ഛനായിരുന്നെന്നും പറഞ്ഞ് ഞാൻ വന്നതല്ല, ഞാൻ അച്ഛനായിരുന്നു. ഇവിടെയൊക്കെ എമ്പടി വന്നിട്ടുണ്ട്. ദൈവമക്കളെ, പറഞ്ഞത് 2004 നവംബർ മാസം വരെ യാക്കോബായ സഭയിലെ 2ാമത്തെ തീർത്ഥാടന കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന മുളന്തുരുത്തി പെരുമ്പള്ളി പള്ളിയുടെ വികാരിയച്ഛനായിരുന്നു ഞാൻ. അത്രയും നിങ്ങളുടെ മനസ്സിലിരുന്നാൽ മതി. പക്ഷേ ഈ തലമുറയിൽ ഒരു അച്ഛൻ എത്തിപ്പിടിക്കാവുന്ന ഏറ്റവും ഉന്നതമായ സ്ഥാനം, ഏറ്റവും ഉന്നതം എല്ലാ സ്ഥാപനങ്ങളും ഉണ്ട്. ഒരു മാസത്തെ ബഡ്ജറ്റ് ലക്ഷോപലക്ഷം. സുപ്രീം കോടതിയുടെ വിധിയരിച്ച് സിംഹാസന പള്ളിയാണ് പൂർണ്ണ ചുമതല അച്ഛനെ. ഞാൻ ആ പള്ളിയുടെ വികാരിയച്ഛനായിരുന്നു. അത്ര മനസ്സിലിരുന്നാൽ മതി. യെരൂശലേം, യഹൂദിയ, സമരിയ, ബേത്ലഹേം, ഗലീല എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന മരത്തിന്റെ വേര്, മരത്തിന്റെ തൊലി, മരത്തിന്റെ കുരു, മരത്തിന്റെ അല്ല, അസ്ഥികരണങ്ങൾ, കല്ല്, മണ്ണ്, മുള്ള്, വസ്ത്രത്തിന്റെ നൂല്, വിളുമ്പ്, കട്ടില്, രാവിലെ 6 മണി, ഉച്ചയ്ക്ക് 12 മണി, വൈകിട്ട് 6 മണി, ഇതിനെല്ലാം ഞാൻ ധൂപം വെക്കണം. മരത്തിന്റെ വേരിനും തൊലിക്കും കുരുവിനും ഇലയ്ക്കും കല്ലിനും മണ്ണിനും മുള്ളിനും വസ്ത്രത്തിന്റെ നൂലിനും വിളമ്പിനും അസ്ഥികരണങ്ങൾക്കും കട്ടിലിനും ഞാൻ ധൂപം വെക്കുമ്പം വചനത്തിന്റെ മർമ്മം എന്തെന്നറിയാതെ, ദൈവാത്മാവിന്റെ ആരാധന എന്തെന്നറിയാതെ പാവപ്പെട്ട ജനം, വഞ്ചിക്കപ്പെടുന്ന പാവപ്പെട്ട ജനം അവിടെ കിടന്നിഴയുക, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. എന്തിനാണെന്നറിയാമോ? രക്ഷയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി. ഈ വിധ സ്ത്രീകളിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ വിളിച്ചു വേർതിരിച്ച് എനിക്ക് നിങ്ങൾക്ക് സത്യ ആരാധന വെളിപ്പെടുത്തി തന്നതിനെ ഓർത്ത് ദൈവമക്കൾ ശക്തിയോടെ സ്തുതിക്ക്, ശക്തിയോടെ സ്തോത്രം ചെയ്യ. ദൈവമക്കളെ, ഇതിന്നൊക്കെ ദൈവം നമ്മളെ വിടുവിച്ചല്ലോ. സ്തോത്രം പറഞ്ഞ് ദൈവജനമേ, ഇതിന്നൊക്കെ ദൈവം നമ്മളെ വിടുവിച്ചല്ലോ. 100 കാര്യങ്ങൾ മനസ്സിലുണ്ട്, പറയുന്നില്ല. ഒരു കാര്യം പറയാനാ ഇത് പറഞ്ഞത്. എന്താണെന്നറിയാമോ? ഏത് പാപോ ദൈവം ക്ഷമിക്കും. ഒന്ന് കരഞ്ഞാ മതി, ഒന്ന് അനുദമിച്ചാ മതി, ഒന്ന് ഏറ്റു പറഞ്ഞാ മതി. ഏത് പാപോ ദൈവം ക്ഷമിക്കും. അതുകൊണ്ടല്ലേ മുടിയനെ പുത്രൻ രക്ഷപ്പെട്ടത്, അതുകൊണ്ടല്ലേ ചുങ്കക്കാരെ സഖായി രക്ഷപ്പെട്ടത്, അതുകൊണ്ടല്ലേ ഭാവനയെ സ്ത്രീ രക്ഷപ്പെട്ടത്, അതുകൊണ്ടല്ലേ യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും രക്ഷപ്പെട്ടത്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, അതോർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ദൈവമക്കളെ, ഏത് പാവവും ദൈവം ക്ഷമിക്കും. പക്ഷെ ഒരു കാര്യം ദൈവജനം ഇന്ന് രാത്രി അറിയണം, ക്രൈസ്തവൻ ഒരു കാര്യം അറിയണം, തലമുറ ഒരു കാര്യം അറിയണം. എന്താണെന്നറിയാമോ? ഈ വേദപുസ്തകത്തിലെ വാക്കനുസരിച്ച് ഒരു പാവന്റെ ദൈവം ക്ഷമിക്കില്ല, അതെന്റെ ദൈവം പൊറുക്കില്ല, അതെന്റെ ദൈവം സഹിക്കില്ല. ഏതാണെന്നറിയാമോ? ഈ വേദപുസ്തകത്തിലെ വാക്കനുസരിച്ച് എന്റെ യേശുവിന് കൊടുക്കേണ്ട മഹത്വം മറ്റൊരു നാമത്തിന് കൊടുത്താൽ, എന്റെ യേശുവിന് കൊടുക്കേണ്ട മഹത്വം മറ്റൊരു നാമത്തിന് കൊടുത്താൽ, എന്റെ യേശുവിന് കൊടുക്കേണ്ട ആരാധന മറ്റൊരു നാമത്തിന് കൊടുത്താൽ, എന്റെ യേശുവിന് കൊടുക്കേണ്ട സ്തുതി മറ്റൊരു നാമത്തിന് കൊടുത്താൽ, എന്റെ യേശുവിന് കൊടുക്കേണ്ട പ്രാർത്ഥന മറ്റൊരു നാമത്തിന് കൊടുത്താൽ, എന്റെ യേശുവിന് കൊടുക്കേണ്ട സാക്ഷ്യം മറ്റൊരു നാമത്തിന് കൊടുത്താൽ, ഇല്ല ഇല്ല
ഇല്ല, അത് പൊറുക്കുവാൻ ഞാനും നിങ്ങളും ആരാധിക്കുന്ന ഉന്നതത്തിന് ദൈവത്തിന് സാധ്യമല്ല. ഇല്ല ഇല്ല ഇല്ല, അതിന്റെ ദൈവം പൊറുക്കില്ല. ചരിത്രത്തിൽ ആര് ദൈവജനമേ, ചരിത്രത്തിൽ ആര് അന്യ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കിയിട്ടുണ്ടോ? ഊരിപ്പിടിച്ച വാളുമായി സംഹാര ദൂതൻ അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇല്ല ഇല്ല, അത് പൊറുക്കുവാൻ, അത് സഹിക്കുവാൻ, അത് ക്ഷമിക്കുവാൻ, ഈ തലമുറയിൽ അത് പൊറുക്കുവാൻ എന്റെ ദൈവത്തിന് സാധ്യമല്ല. ആരാധിക്കുന്നുവെങ്കിൽ എന്റെ യേശുവിനെ ആരാധിക്കണം, സ്തുതിക്കുന്നുവെങ്കിൽ എന്റെ യേശുവിനെ സ്തുതിക്കണം, പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്റെ യേശുവിനെ പ്രാർത്ഥിക്കണം, സാക്ഷ്യം വഹിക്കുന്നുവെങ്കിൽ എന്റെ യേശുവിന്റെ സാക്ഷ്യം വഹിക്കണം, അനുകരിക്കുന്നുവെങ്കിൽ എന്റെ യേശുവിനെ അനുകരിക്ക്, വിശ്വസിക്കുന്നുവെങ്കിൽ എന്റെ യേശുവിൽ വിശ്വസിക്ക്. അനുഗ്രഹിക്കോ അനുഗ്രഹിക്കോ അനുഗ്രഹിക്കോ, എന്റെ ദൈവം അനുഗ്രഹിക്കുന്നതേ ചെയ്യും. ദൈവമക്കളെ, അതിന് കാരണമുണ്ട്. ദൈവം ഈ കാര്യത്തിൽ നിർബന്ധം പിടിക്കുന്നതിന്, വാശി പിടിക്കുന്നതിന് കാരണമുണ്ട്. 100 വാക്യങ്ങൾ മനസ്സിലുണ്ടെങ്കിലും ഒറ്റ വാക്യം പോലും വായിക്കാതെ ഞാൻ ദൈവജനത്തോട് പറയട്ടെ, ദൈവം ഈ കാര്യത്തിൽ നിർബന്ധം പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? എന്തുകൊണ്ടാണെന്നറിയാമോ? എനിക്കും നിങ്ങൾക്കും പാപക്ഷമ ലഭിച്ചത്, എനിക്കും നിങ്ങൾക്ക് വീണ്ടെടുപ്പ് ലഭിച്ചത്, എനിക്കും നിങ്ങൾക്ക് ആത്മരക്ഷ ലഭിച്ചത്, എനിക്കും നിങ്ങൾക്ക് അഭിഷേകം ലഭിച്ചത്, എന്റെ നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ വന്ന് ഇത് ജീവന്റെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നത് യേശു തന്റെ ചങ്കിലെ രക്തം മറുവിലെ ഊറ്റിക്കൊടുത്ത് ആ രക്തത്താൽ വിലയ്ക്ക് മേടിച്ചത് കൊണ്ടാ. എന്നെ നിങ്ങളെയും ആ രക്തത്താൽ വിലയ്ക്ക് മേടിച്ചത് കൊണ്ടാ. ഞാനും നിങ്ങളും അധ്വാനിച്ചത് കൊണ്ടല്ല, ഞാനും നിങ്ങളും വിയർത്തത് കൊണ്ടല്ല, ഞാനും നിങ്ങളും ദൈവജനമേ അധ്വാനിച്ച് വിയർത്ത് മുതൽ മുടക്കിയത് കൊണ്ടല്ല, ഞാനും നിങ്ങളും പുണ്യപ്രവൃത്തിയോ സൽപ്രവൃത്തിയോ ജീവകാരുണ്യ പ്രവൃത്തിയോ ചെയ്തുകൊണ്ടല്ല എനിക്ക് നിങ്ങൾക്ക് രക്ഷ ലഭിച്ചത് യേശു ചങ്കിലെ ചൊകര മറുവിലെ ഊറ്റി കൊടുത്ത് ആ രക്തത്താൽ വിലയ്ക്ക് മേടിച്ചത് കൊണ്ടാ. ആ രക്തത്താൽ വിലയ്ക്ക് മേടിച്ചത് കൊണ്ടാ. അതുകൊണ്ട് ആരാധനയ്ക്ക് യോഗ്യൻ യേശുവ, അതുകൊണ്ട് സ്തുതികൾക്ക് യോഗ്യൻ യേശുവ, അതുകൊണ്ട് അനുഗ്രഹത്തിന് യോഗ്യൻ യേശുവ. ഈ ദൈവം അനുഗ്രഹിക്കും, എന്റെ ദൈവം അനുഗ്രഹിക്കുന്നതല്ലേ ചെയ്യും. ദൈവമക്കളെ, ഒന്നിങ്ങോട്ട് സൂക്ഷിച്ച് നോക്കിക്കേ. ഞാൻ കാല് പിടിച്ച് ദൈവമക്കളോട് പറയുക, ഞാൻ വളരെ വിനയത്തോടെ ദൈവമക്കളോട് പറയുക, നിങ്ങൾ ആരും അത് ചെയ്യരുത്, നിങ്ങൾ ആരും അത് ചെയ്യരുത്. വചനപ്രകാരം യേശുവിനെ ആരാധിക്ക്, വചനപ്രകാരം യേശുവിൽ വിശ്വസിക്ക്, വചനപ്രകാരം യേശുവിൽ പ്രാർത്ഥിക്ക്, വചനപ്രകാരം യേശുവിന്റെ സാക്ഷ്യം വഹിക്കുന്നേ മക്കളെ. മറ്റൊന്ന് ചെയ്യരുത്. അത് നിങ്ങൾക്ക് മാത്രമല്ല, 1000 തലമുറയ്ക്ക് ശാപമാ, 1000 തലമുറയ്ക്ക് ശാപമാ. ചെന്ന് അവസാനിക്കുന്നത് തീയും ഗന്ധവുമുള്ള പൊയ്ക നരകത്തിലാ. നിങ്ങൾ ഇനിയും വഞ്ചിക്കപ്പെടരുത്. ഇന്ന് രാത്രി പുറത്തു വാ, ഇന്ന് രാത്രി പുറത്തു വാ. സഭയുടെ പാരമ്പര്യം എന്താണെന്ന് നിങ്ങൾ പുറകോട്ട് അന്വേഷിക്ക്. അത് സത്യത്തിലും ആത്മാവിനോടും ആരാധനയാ. 3-4 തലമുറ കൊണ്ട് ആരോഗ്യം എന്തൊക്കെ എഴുതിയത് ഇത് ആചാരമായി വന്ന് കർമ്മ അനുഷ്ഠാനമായി വന്ന് പാവപ്പെട്ട ജനം വഞ്ചിക്കപ്പെടുമ്പോൾ ഇന്ന് രാത്രി പുറത്തു വാ. എന്റെ യേശുവിനെ ആരാധിക്കേണ്ടതിന്, എന്റെ യേശുവിനെ വിശ്വസിക്കേണ്ടതിന്, എന്റെ യേശുവിനെ പ്രാർത്ഥിക്കേണ്ടതിന്, എന്റെ യേശുവിന്റെ സാക്ഷ്യം വഹിക്കേണ്ടതിന് മടങ്ങി വാ. അനുഗ്രഹിക്കുക, എന്റെ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ദൈവമക്കളെ, 2007 മെയ് മാസം 7-ാം തീയതി 7, 8, 9, 10 IPCയുടെ 4 ദിവസത്തെ ഒരു കൺവെൻഷന് പ്രസംഗിക്കാൻ ഞാൻ മലപ്പുറം ജില്ലയിൽ ഇടക്കരയ്ക്ക് പോയി. ITCക്കാർ നേതൃത്വം കൊടുത്ത് പെന്തിക്കോസുകാരെ എല്ലാം കൂട്ടിയൊരു വലിയ കൺവെൻഷനായിരുന്നു. അപ്പൊ അവിടെ ഞാൻ പള്ളികളിൽ പേരെ സൂക്ഷിച്ചിട്ടുള്ളത് കൊണ്ട് സമുദായക്കാർക്കൊക്കെ എന്നെ അറിയാം. അവരെന്തെങ്കിലും ഗുണപ്പെടട്ടെ എന്ന് വിചാരിച്ച ക്രമീകരിച്ചു. 3 ദിവസം ഭംഗിയായിട്ട് നടന്നു. 2 ദിവസം ഒടത്തും മറ്റ് 2 ദിവസം വേണ്ട ഭംഗിയായിട്ട് നടന്നു. അനേകര് സമുദായക്കാരെ സഹകരിച്ചു. രക്ഷയുടെ അനുഭവത്തിൽ വന്നു. 4-ാം ദിവസം ഒരു പാസ്റ്ററുടെ ബൈക്കിലിരുന്ന് യോഗസ്ഥലത്തേക്ക് പോകുമ്പോൾ മക്കളെ 100 കിലോമീറ്റർ സ്പീഡിൽ വന്നൊരു ഫാസ്റ്റ് പ്രൈവറ്റ് നേരെ ഇങ്ങോട്ട് വന്നിട്ട് വന്ന സ്പീഡിൽ നേരെ വീശി സ്റ്റാൻഡിലോട്ട് കയറ്റി. വലിയ ലോങ് ട്രിപ്പ് വണ്ടിയാണ്. നേരെ വന്ന് 100 കിലോമീറ്റർ സ്പീഡിൽ വന്ന ബസ് ഇടിക്കുന്നത് എന്റെ ഈ കാലിലിട്ടാണ്, എന്റെ മധ്യഭാഗം. മക്കളെ, ഞാൻ 1000 വട്ടം വേദപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. വീണാലും നിലംപരിഞ്ഞാലും അതെന്റെ ജീവിതത്തിന്റെ അനുഭവമായിരുന്നു. എന്റെ ജീവിതത്തിന്റെ അനുഭവം. വീണു, എല്ലാവരും കണ്ടു നിന്ന ഒരു കാറി, ഒരു പോലീസുകാരൻ പോലും തല മന്ദിച്ചു പോയി. എല്ലാവരും വിചാരിച്ച് അവസാനിച്ച് തീർന്ന് അസ്തമിച്ചു. 2 ഒരു പൊട്ടലും സംഭവിച്ചു. 3 മാസം കട്ടിലേൽ കഴിയേണ്ടി വന്നെങ്കിലും ദൈവം എന്നെ വിടുവിച്ചു. ഡോക്ടർമാരുടെ നിഗമനം അനുസരിച്ച് ഞാൻ നിന്ന് പ്രസംഗിക്കാൻ പാടില്ല, നടക്കാനും പാടില്ല. അവര് പറഞ്ഞത് 50% ഭാരമേ കാലിന് കൊടുക്കാം, വണ്ടി ഉപയോഗിക്കണമെന്ന്. പക്ഷെ ഞാന്
നടന്ന് ഇവിടെ വന്നു, വണ്ടി ഓടിച്ച് ഇവിടെ വന്നു, സ്റ്റേജിൽ നിന്ന് ഇപ്പൊ 1.5 മണിക്കൂറായി പ്രസംഗിക്കുന്നു. ഇനി 1/2 മണിക്കൂർ പറയും. എന്തുകൊണ്ടാണെന്നറിയാമോ? എൻ്റെ യേശു അതിന് മതിയായവൻ. ഇത് ഞാൻ എന്ന് കിടക്കേന്ന് എഴുന്നേറ്റു അന്ന് മുതൽ ഇന്ന് രാത്രി വരെ ഒരു ദിവസവും ഞാൻ യാത്ര ചെയ്യാതിരുന്നിട്ടില്ല, ഒരു ദിവസവും പ്രസംഗിക്കാതിരുന്നിട്ടില്ല, ഒരു ദിവസവും നടക്കാതിരുന്നിട്ടില്ല. 4-5 മാസമായ കട്ടിലെ നിരുന്നേറ്റ് അന്ന് മുതൽ ഇന്ന് വരെ, ഇനിയും നാളെ മുതൽ ഇത് തുടരുക. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ശരിയൊക്കെ നിൽക്കുമ്പം നീര് വരും, കാലങ്ങ് പത്തിക്ക് നീര് വരും. അത് 2 സൈഡിൽ റാഡിട്ടിട്ടുണ്ട്, കമ്പി ഇട്ടിട്ടുണ്ട്, വേദനയൊക്കെ വരും. പക്ഷേ ദൈവം, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ബാക്കി കാര്യം ദൈവം നോക്കിക്കോളും. എല്ലാവരും പ്രാർത്ഥിച്ച് സഹായിക്കണം. ദൈവജനമേ, ഞാൻ ഇതുകൊണ്ടൊന്നും അല്ല വിശ്വാസ സ്നാനമേറ്റത്. ഞാൻ നിന്ന സഭയിൽ എൻ്റെ ദൈവദാസ എനിക്കൊരു കുറവുണ്ടായിരുന്നില്ല, ഒരു കുറവുണ്ടായിരുന്നില്ല. 2005 ഒക്ടോബർ 20 വ്യാഴാഴ്ച 1 മാസത്തെ അവധി മേടിച്ച് ഞാൻ വെറുതെ ദുബൈക്ക് പോകുമ്പോൾ പലപ്പോഴും നിങ്ങൾ പത്രത്തിൽ കാണാറുള്ള, TV കാണാറുള്ള, അന്ന് വഴക്ക് പിടിച്ച് പൊട്ടിക്കിടന്ന കോലഞ്ചേരി പള്ളിയുടെ എഴുപ്രം ചാപ്പന്റെ വികാരിയച്ഛന എന്ന് പറഞ്ഞാൽ, ഞാൻ നിന്ന സ്ഥാനത്ത് എനിക്കൊരു കുറവുണ്ടായിട്ടല്ല ഞാൻ സ്ഥാനപ്പെട്ടത്, ഒരു കുറവുണ്ടായിട്ടല്ല. 365 ദിവസവും ശുശ്രൂഷ, നേതൃത്വം നല്ല ഇഷ്ടം. അതുകൊണ്ടല്ലേ ഈ പള്ളിയുടെയൊക്കെ വികാരിയച്ഛനായത്. ഞാൻ എല്ലാ ദിവസവും ശുശ്രൂഷയുള്ളതുകൊണ്ട് പോക്കറ്റിൽ അറപ്പണം. സ്നേഹിപ്പാനും ആദരിപ്പാനും ബഹുമാനിപ്പാനും അനുസരിപ്പാനും അനേകരെ കേരളത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും സ്വന്തം ഗ്രൂപ്പ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, പിന്നെ എന്തിനാ സ്നാനപ്പെട്ടത്? ദൈവമക്കളെ, യേശു എന്നോട് പറഞ്ഞപ്പോ ഞാൻ സ്നാനപ്പെട്ടത് എന്തിനാണെന്നറിയാമോ? ഞാൻ വിശ്വാസ സ്നാനമേറ്റത് എന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാ, എന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാ. ദൈവമക്കളെ, ഞാൻ വിശ്വാസ സ്നാനമേറ്റത് ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ഒരു പദ്ധതിയും കൂടി എനിക്കുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? എന്നിൽ കൂടി എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണം. എനിക്ക് ആത്മരക്ഷ തന്ന ദൈവത്തെ സ്തുതിക്കുന്നു. എന്നിൽ കൂടെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, ലോകത്തിലൊരു മനുഷ്യനെ പറഞ്ഞിട്ടല്ല ഞാൻ സ്നാനപ്പെട്ടത്. ഞാൻ സ്നാനപ്പെട്ടത് സ്വർഗത്തിലെ ദൈവം എന്നോട് പറഞ്ഞിട്ടാ. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ദൈവദാസനും കുടുംബവും ഇപ്പൊ ഒരു ഗാന ശുശ്രൂഷയിൽ കൂടെ നമ്മെ അനുഗ്രഹിക്കും. സ്തോത്രകാഴ്ചയിൽ എല്ലാവരും ആത്മാർത്ഥമായി സഹകരിച്ച് കൊടുത്ത് അനുഗ്രഹം പ്രാപിക്കണം. അതിനുശേഷം ഞാൻ സ്നാനപ്പെട്ടത് എങ്ങനെയാണ്, ഏത് മുഖാന്തരത്തിൽ കൂടിയാണെന്ന് പ്രസ്താവിച്ച് സാക്ഷീകരിച്ച് വേണ്ടിയ ബോധ്യം നൽകി എത്രയും വേഗം ശുശ്രൂഷ അവസാനിപ്പിക്കും. ആരും എഴുന്നേൽക്കുകയോ പുറത്തോട്ട് പോകുകയോ ചെയ്യരുത്. ഇനിയുള്ള സാക്ഷ്യവും ഗാനശുശ്രൂഷയും അനുഭവത്തിന്റെ ശുശ്രൂഷയാണ്. അതുകൊണ്ട് അനുഭവിച്ചു പോകണം. ഇത്രയും നേരം ഏറെ രോഗികളെ സൗഖ്യപ്പെടുത്തിയവൻ ഇനിയുള്ള നിമിഷം മറ്റൊരു കാര്യം ചെയ്യും. അതെന്താണെന്ന് ഇനിയുള്ള നിമിഷം നിങ്ങൾക്ക് അനുഭവത്തിൽ കൂടെ മനസ്സിലാവും. അതുകൊണ്ട് 5 മിനിറ്റ് പോയാലും സാരയില്ല. നിങ്ങൾ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടെ ഇരുന്ന്, സന്തോഷത്തോടെ. 2005 ഒക്ടോബർ ആദ്യ ശനിയാഴ്ചയെ കുറിച്ചാണ് പറയുന്നത്. കോലഞ്ചേരി എഴുപ്പുറം പെരുന്നാൾ കമ്മിറ്റി ഉണ്ടായിരുന്ന, കമ്മിറ്റി തീർന്ന 12 മണി രാത്രിയായി. ഞാൻ ചില സ്പീഡ് കൂട്ടി പറയും, ശ്രദ്ധിച്ചിരിക്കണം, പ്രാർത്ഥിക്കണം. അന്ന് രാത്രി ഞാൻ റെസ്റ്റിയുടെ വീട്ടിലാണ് കിടന്നത്. രാവിലെ 7 മണിക്ക് നമസ്കാരം, 8 മണിക്ക് കുർബാന. രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി പ്രാർത്ഥിച്ച് കുർബാനയില്ല, പള്ളിയിലേക്ക് പോകുമ്പോൾ 1 കിലോമീറ്ററേ ഉള്ളൂ. ഫോൺ പെട്ടെന്ന് ബെല്ലടിച്ചു. ഞാൻ പറഞ്ഞല്ലോ, വെങ്കട മോളെ പാമ്പ് കടിച്ച് വൈദ്യശാസ്ത്രം ഉപയോഗിച്ച് മുഖാന്തരത്തിൽ കൂടെ ദൈവപക്ഷത്ത് വന്നാൽ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളൊക്കെ ഓരോ ട്രേഡ് പഠിച്ച് ജോലിക്ക് വേണ്ടി ദുബൈക്ക് പോയി. അവിടെ ചെന്ന് അവർക്കെല്ലാം നല്ല ജോലി കിട്ടി. സംഭവിച്ചത് എന്താണെന്നറിയാമോ? അവിടെ ചെന്ന് അവരെല്ലാവരും വചനം പഠിച്ച് വിശ്വാസ സ്നാനമേറ്റ് ബന്ധുക്കോസിൽ ചേർന്നു. മണ്ഡലനാട്ടുകാർക്ക് തന്നെ ദുബൈയിൽ ഒരു ചർച്ചുണ്ട്. ദുബൈ പോയിട്ടുള്ളവർക്കറിയാം. എമറേസ് ക്രിസ്ത്യൻ ചർച്ച് എന്ന് പറയും. TV-യിലൊക്കെ ഇടയ്ക്ക് കാണാം. ഇന്ന് ദുബൈയിലെ ഏറ്റവും വലിയ ചർച്ച് അതാണ്. വെള്ളിയാഴ്ച ജബലാലി കൂടുന്ന മലയാളം ചർച്ചിൽ 1000-ലധികം പേരുണ്ട്. ഇംഗ്ലീഷ് ചർച്ചിൽ അതിലധികം പേരുണ്ട്. എല്ലാ എമറേസിലും ഉണ്ട്, എല്ലാ ഭാഷയിലും ഉണ്ട്. ഈ ചർച്ചിന് നേതൃത്വം കൊടുക്കുന്ന എൻ്റെ കൂടെ നടന്ന ഷിബു എന്ന സഹോദരനാണ് അന്ന് രാവിലെ എന്നെ ഫോണിൽ വിളിച്ചത്. അദ്ദേഹം കേരളത്തിലുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയായപ്പോൾ വീണ്ടും ദുബൈക്ക് മടങ്ങിപ്പോയി. ഇന്ന് പോയത് കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇവിടെ വന്നേ. ഈ സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞ, അച്ഛാ, ഞങ്ങളുടെ ചർച്ചിന്റെ വകയായിട്ട് ഇവിടെ 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുക. ഉപവാസ പ്രാർത്ഥനയോടനുബന്ധിച്ച് എല്ലാ ദിവസവും സ്ഥലത്ത് കൺവെൻഷൻ യോഗമുണ്ട്. കഴിഞ്ഞ രാത്രി അച്ഛനെ കുറിച്ചൊരു ദൈവദാസിന് ദൂത് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ ദൂത്? 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അവസാനിക്കുന്ന മുമ്പ് വർക്കിരാജ് അച്ഛൻ ഇവിടെ വന്ന് വിശ്വാസ സ്നാനമേക്കും.
എനിക്ക് ദേഷ്യം വന്നു. ഞായറാഴ്ച രാവിലെ പള്ളിയിലോട്ട് കുർബാനയെല്ലാം പോകുമ്പോഴാണ് പറയുന്നത്. ആർക്കാണെങ്കിലും ദേഷ്യം വരും. പാസ്റ്ററാണെങ്കിൽ ഞാൻ ദേഷ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ ദേഷ്യപ്പെട്ടത്. ദൈവമക്കളെ, ഞാൻ ചോദിച്ചു, മോനെ നിനക്കിത് പറയാം, ഞായറാഴ്ച രാവിലെ സമയം കിട്ടിയുള്ളോ? ദേഷ്യത്തോടെ ഫോൺ ഓഫ് ചെയ്ത് രാത്രി 9 മണിക്ക് വീട്ടിൽ വന്നേ. ഭാര്യയുടെ മക്കളോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഫോൺ ബെല്ലടിച്ചു. ചുറ്റിയ പാമ്പ് കടിക്കാതെ പോകില്ല. ഈ സഹോദരനോട് പറഞ്ഞ, അച്ഛനെ ദൈവം അനുഗ്രഹിക്കും, അച്ഛനെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്, അച്ഛൻ ആ പാസ്പോർട്ടിന്റെ കോപ്പി ഒന്ന് അയച്ചു തന്നാൽ മതി, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ക്രമീകരിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ രാവിലെ പറഞ്ഞൊരു കാര്യം എന്റെ മനസ്സിലുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാ ദർശനം ലഭിച്ചത്, എന്താ ദൂത്? ഉടനെ അദ്ദേഹം പറഞ്ഞു, 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അവസാനിക്കും ഒരു വർക്ക് രാജിവെച്ചിട്ട് ഇവിടെ വന്ന് സ്നാനപ്പെട്ടു. പുല്ലൂരിലുള്ള ചർച്ച് ഓഫ് ഗോഡിലെ ദൈവദാസൻ പറഞ്ഞതിന്റെ CD കാസറ്റ് ഇവിടെയുണ്ട്, അനേകരത് കേട്ടതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ എന്റെ പേര് വർക്കി രാജു എന്നല്ലല്ലോ, എന്റെ പേര് വടക്കേക്കര VV രാജു, പള്ളിപ്പേര് വർഗീസ്. അപ്പൊ വർഗീസ് വെച്ച സ്നാനപ്പെട്ടു വന്ന് രാജു വെച്ച സ്നാനപ്പെട്ടു, നിങ്ങൾക്ക് ദർശനം ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛൻ തന്നെ അവർക്ക് രാജു എന്ന് പറഞ്ഞു. ദൈവമക്കളെ, ഒരു വ്യക്തിയുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു ചെയ്യുന്ന കാര്യമാ ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തോട് പങ്കുവെക്കുന്നത്. എന്റെ 18ാമത്തെ വയസ്സിൽ ഞാൻ പാസ്പോർട്ട് എടുത്തു. ദൈവജനമേ, ആ പാസ്പോർട്ട് പിന്നെ 2 പ്രാവശ്യം ഞാൻ കയ്യിലെടുത്തത് പുതുക്കാൻ വേണ്ടി ഏജന്റിനെ ഏൽപ്പിക്കാനാ. 18ാമത്തെ വയസ്സിലെടുത്ത പാസ്പോർട്ട് 2005 ഒക്ടോബർ ആദ്യ ഞായറാഴ്ച രാത്രി 9:00 വെറുതെ എടുത്ത് തുറന്നു നോക്കിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇതിലെന്തോ ദൈവിക നടത്തിപ്പുണ്ടല്ലോ എന്ന് എന്റെ ഉള്ളം എന്നോട് പറഞ്ഞു. കാര്യം എന്താണെന്നറിയാമോ? എന്റെ സകല സർട്ടിഫിക്കറ്റിലും റേഷൻ കാർഡിലും എന്റെ പേര് വടക്കേക്കര VV രാജു എന്നാണെങ്കിൽ പാസ്പോർട്ടിൽ എന്റെ പേര് വടക്കേക്കര വർക്കി രാജു. എനിക്കറിയാൻ പാടില്ലാതിരുന്ന കാര്യം. അപ്പം ബുദ്ധിയുള്ളവര് ചോദിക്കും, പാസ്പോർട്ടിലെ പേരൊരാൾക്ക് അറിയില്ലേ? എല്ലാവർക്കും അറിയാം. ഞാൻ ശ്രദ്ധിച്ചില്ല, ശ്രദ്ധിക്കേണ്ടി വന്നില്ല, അതാ സത്യം. എനിക്കറിയാൻ പാടില്ലാതിരുന്ന കാര്യം, എന്റെ ഭാര്യയ്ക്കറിയാൻ പാടില്ലാതിരുന്ന കാര്യം, സ്വർഗത്തിലെ ദൈവ എന്റെ ആത്മരക്ഷയ്ക്ക് ദുബൈയിൽ ഒരു ദൈവദാസനെ വെളിപ്പെടുത്തി കൊടുത്തു. ദൈവമക്കളെ, ദുബൈയിൽ പോയി ഞാന് ഈ ദൈവദാസൻ ദൂത് പറഞ്ഞൊരു CD കാസറ്റ് കണ്ടതാ, അനേകരത് കേട്ടതാ. ദൈവമക്കളെ, ഞാൻ വെറുതെ പാസ്പോർട്ടിന്റെ കോപ്പി അയച്ചു കൊടുത്തു. ഒരച്ഛനെ കിട്ടുന്നതല്ലേ, ഒട്ടും സമയം കളഞ്ഞില്ല. അവര് 4 ദിവസം കൊണ്ട് വിസയുടെ കോപ്പി എനിക്ക് അയച്ചു തന്നു. എനിക്ക് പോകാൻ ഒക്കില്ല. കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ നടത്തുന്ന പള്ളിയുടെ പശ്ചാത്തലമത. ഈ വിധ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് മെത്രാപ്പൊലീത്തന്മാരോട് ചോദിക്കാൻ ഒക്കില്ല. കാര്യം എന്താന്ന് ചോദിച്ചാൽ, അവർ അധികാരികളാ. മാത്രമല്ല, നമുക്കറിയാമല്ല, അവരുടെ വായുന്നൊരു കാര്യം വന്ന കൽപ്പനയാണ്. അപ്പൊ ഈ വിധ കാര്യമൊന്നും അവരോട് ചോദിക്കാനൊക്കില്ല. എങ്കിൽ എന്നോട് അല്പം സ്നേഹം കൂടുതലുണ്ടല്ലോ, ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ വിശ്വസ്തയോടെ ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ. കുറച്ചു നേരം ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്റെ മെത്രാപ്പൊലീത്തനെ വിളിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, തിരുമേനി, ദുബൈയിൽ നിന്ന് പ്രാർത്ഥനക്കാർ വിളിച്ചിട്ടുണ്ട്, കുറെ ദിവസത്തിൽ അവധി തന്നിരുന്നെങ്കിൽ ഒന്ന് പോകാമായിരുന്നു. ദൈവമക്കളെ, അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ ഞാനിപ്പോ ബാംഗ്ലൂരാ, 1 മണിക്കൂർ കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. ഞാൻ പേടിച്ചിട്ട് മറുപടി അറിയില്ലല്ലോ. 2 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചപ്പോ അദ്ദേഹം എടുത്ത് വായിക്കാൻ എന്നോട് പറഞ്ഞു, അച്ഛനൊരു അവസരം കിട്ടിയതല്ലേ, കിട്ടിയ അവസരം കളയണ്ട, ഞാനൊരു കാര്യം ചെയ്യാം, 30 ദിവസത്തെ അവധി തരാം, ഡിസംബർ 6-ാം തീയതി മടങ്ങി വന്ന് പള്ളിയുടെ ചാർജ് എടുത്തോളാമെന്ന് എനിക്ക് വാക്ക് തരാമെങ്കിൽ അച്ഛൻ പൊക്കൊള്ളാൻ പറഞ്ഞു. ഞാനപ്പോ ശുദ്ധഗതിക്ക് ചോദിച്ച, തിരുമേനി, ഞാൻ പോയാൽ ഈ ഡിസംബർ 6 വരെ ആര് പള്ളി നടത്തും? അദ്ദേഹം എന്നോട് പറഞ്ഞു, താനത് അറിയണ്ട, താൻ തന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ദൈവമക്കളെ, 2005 ഒക്ടോബർ 20-ാം തീയതി കോലഞ്ചേരി എഴുപ്ര ചാപ്പിൽ നിന്ന് മെത്രാപ്പൊലീത്തയുടെ കയ്യിൽ നിന്ന് 1 മാസത്തെ അവധി മേടിച്ച് അന്ന് 5 മണിക്ക് ഒരച്ഛനായിട്ട് ഞാൻ ദുബൈയിൽ ചെന്നു. എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആർക്കെല്ലാം സംശയമുണ്ടെങ്കിൽ എന്റെ കൊച്ചു ഡയറിയിൽ ഒരു നമ്പരുണ്ട്. അത് ദുബൈയിലെ IPCയുടെ ഭാഗത്ത് കോശിമാത്തിന്റെ നമ്പരാ. അദ്ദേഹം താമസിക്കുന്ന ഷാർജയല്ല. ഇന്ന് രാത്രി ശുശ്രൂഷ കഴിഞ്ഞ് അദ്ദേഹത്തെ നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ എന്റെ 5 വെള്ളക്കുപ്പായം, 3 കറുത്തകുപ്പായം, 4 തൊപ്പി, കുർബാനയല്ല ദക്ഷ, കുർബാനക്രമം, ആണ്ട് ദക്ഷ, കൂതാശക്രമയുടെ പുസ്തകം, കുർബാനക്രമം, ഇതെല്ലാം ഇപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലായോ? ഞാൻ ദുബൈക്ക് പോയത് വിശ്വാസസ്നാനമേക്കാനല്ല, ദുബൈക്ക് പോയത് ബന്ദിക്കോസിൽ ചേരാനല്ല, ദുബൈക്ക് പോയത് കുപ്പായം ഊരാനല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, പിന്നെ എന്തിനാ അച്ഛൻ പോയത്? വിമാനത്തിലൊന്ന് കയറാ, ദുബൈയൊക്കെ ഒന്ന് കാണാം, അവിടെയുള്ള അച്ഛന്മാരെന്റെ സ്നേഹിതരാ, അവരെന്നെ കരുതും, അവിടുത്തെ യാക്കോയക്കാരെന്നെ കരുതും, അവിടെ എനിക്കേറെ ബന്ധുക്കളുണ്ട്, അവരെന്നെ കരുതും. ആയതിനു വേണ്ടി ബന്ദിക്കോസുകാരുടെ വിസ ഉപയോഗിക്കുകയും ചെയ്യാമെന്ന മനോഭാവത്തോടെ 2005 ഒക്ടോബർ 20-ാം തീയതി വ്യാഴാഴ്ച 5 മണിക്ക് ഒരച്ഛനായിട്ട് ഞാൻ ചെന്നു. 11 മണി രാത്രിയില് അവർ താമസിക്കുന്ന മുറിയിൽ അവരെന്നെ എത്തിച്ചു.
അന്നത്തെ സുവിശേഷം കഴിഞ്ഞവർ വന്നിരിക്കുക. എല്ലാവരും 21 ദിവസം ഉപവസിക്കുക. 8-10 മണ്ടനാട്ടുകാരുണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് മുറിയിലേക്ക് കിടക്കാൻ വേണ്ടി പോയി. ഞാൻ അച്ഛനല്ലേ, അപ്പോഴും കുപ്പായം വെട്ടിയിട്ടുണ്ട്, തൊപ്പി വെച്ചിട്ടുണ്ട്, എന്നെ ബഹുമാനിച്ച് ഒരു മുറിയൊക്കെ കട്ടിലൊക്കെ വിരിച്ചിട്ടിരിക്കുക. ഞാൻ ആ മുറിക്കകത്ത് കയറി കട്ടിലിരിക്കാൻ ഭാവിക്കുമ്പോൾ എങ്ങാണ്ടി ഇന്നൊരു ദൈവദാസൻ ഓടി വന്ന് എന്റെ കൈക്ക് പിടിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛനെ കുറിച്ച് ദൂത് പറഞ്ഞു. എനിക്ക് ആ ദർശനമുണ്ടായത്, അച്ഛനെ ദൈവം അനുഗ്രഹിക്കുമെന്നൊക്കെ പറഞ്ഞ് എന്റെ കയ്യെ പിടിച്ച് കുലുക്കുക. കുറച്ചു നേരം കുലുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനല്ലേ, ഞാൻ ഇഷ്ടപ്പെടാതെ പാത്രേ, ഞാൻ യാത്ര ചെയ്തൊക്കെ ക്ഷീണിച്ചു വന്നതാ, ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് എനിക്കൊന്ന് കിടക്കണമെന്ന് പറഞ്ഞു. എന്നാ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഈ ദൂത് പറഞ്ഞ ദൈവദാസനും ഞാനും ഈ വിസ അയച്ചെന്ന ഷിബു, ഞങ്ങൾ 3 പേരും ആ മുറിക്കകത്ത് പ്രാർത്ഥിക്കാനിരുന്നു. ഞാൻ അച്ഛനായിരുന്നപ്പോഴും കൂടെ പ്രാർത്ഥിക്കുമായിരുന്നല്ലോ. ദൈവമക്കളെ, പ്രാർത്ഥിക്കാതിരുന്നപ്പോ ആ മനുഷ്യൻ വീണ്ടും എന്റെ കൈക്ക് പിടിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛൻ സ്നാനപ്പെടണം. അച്ഛനെ ദൈവം അതിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അച്ഛനെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു, പാട്ടറെ, ഞാൻ ഇങ്ങോട്ട് വന്നതല്ല ഉള്ളോ, 2 മാസത്തെ വിസ എന്റെ ഉണ്ടല്ലോ, പാട്ടിൽ ധൃതി വെക്കാതെ ഇന്ന് രാത്രി ഒന്ന് കിടക്കട്ടെ, നാളെ ഒന്ന് നേരം വെളുക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവമക്കളെ, നാളെ നേരം വെളുക്കട്ടെ എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണെന്നറിയാമോ? അച്ഛന്മാരുടെ ഒക്കെ നമ്പർ എന്റെ ഉണ്ട്. അവരെ അറിയിച്ചിട്ടാണ് ഞാൻ അവിടെ ചെന്നത്. രാവിലെ അവരെ വിളിച്ചാൽ അവർ വന്ന് എന്നെ കൊണ്ടുപോക്കോളും, പിന്നെ ഇതിങ്ങളുടെ ശല്യം ഉണ്ടാകില്ലല്ലോ. അങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള മനോഭാവത്തോടെയാ നാളെ ഒന്ന് നേരം വെളുക്കട്ടെ എന്ന് പറഞ്ഞത്. എന്നാ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ 3 പേരും പ്രാർത്ഥിക്കാൻ കണ്ണടച്ചു. ഇനിയും ഈ പന്തലിലും സ്റ്റേജിലും ചുറ്റുപാടുമുള്ള എല്ലാവരും എന്റെ മുഖത്തേക്ക് നോക്കണം. ഇനി ആ മുഖം കാണാൻ പാടില്ലാതെ ആരെങ്കിലും മാറി നിൽപ്പുണ്ടെങ്കിൽ ആ വെട്ടത്തോട്ട് വന്ന് എന്റെ മുഖത്തേക്ക് നോക്കണം. ഇത് ഞാന് ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് പ്രാപിച്ചതാണ്. ഞാൻ അങ്ങനെ ദൈവമക്കളോട് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണെന്നറിയാമോ? പിന്നെ ആ മുറിക്കാതെ നടന്ന സംഭവം എന്റെ നാക്കുകൊണ്ട് പറഞ്ഞ് ദൈവജനത്തെ ഗ്രഹിപ്പിക്കാനൊക്കില്ല. ഇന്ന് രാത്രി എന്റെ മുഖത്ത് നിന്ന് ദൈവം നിങ്ങൾക്ക് ബോധ്യം തരും. എന്റെ മുഖത്ത് നിന്ന് നിങ്ങളുടെ ഹൃദയത്തോട് ദൈവം ഇടപെടും. ഞാൻ കണ്ണ് തുറന്നു പിടിച്ചാ പറയുന്നത്. അതുകൊണ്ട് ആ ദൈവമക്കളെ, നിങ്ങൾ എന്റെ മുഖത്ത് നോക്കി കാര്യം മനസ്സിലാക്കണം. ഈ ഇരിക്കുന്ന ദൈവദാസന്മാരുടെ മഹത്വം എനിക്കറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ദൈവദാസന്മാരോട് ചേർന്ന് ഞാൻ നിൽക്കുന്നത്. ഈ ദൈവദാസന്റെ മഹത്വം എന്താണെന്ന് എനിക്കറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇദ്ദേഹത്തോട് ചേർന്ന് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരാണെന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്ന് 2 മിനിറ്റ് ഈ യോഗത്തെ സംബന്ധിച്ചപ്പോൾ ഈ യോഗത്തെ കുറിച്ച് എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണെന്നറിയാമോ? ഇതിന് നടുവിൽ യേശുവുണ്ട്, ഇതിന്റെ മധ്യത്തിൽ യേശുവുണ്ട്. അങ്ങനെയുള്ള ഒരു യോഗത്തെ ഇന്ന് രാത്രി ഞാൻ അഭിമുഖീകരിക്കുന്നത് ആ ബോധ്യത്തോടെയാ. ദൈവമക്കളെ, സംഭവിച്ചത് എന്താണെന്നറിയാമോ? പ്രാർത്ഥിക്കാൻ കണ്ണടച്ചതും ഞാൻ അറിയാതെ നിലവിളിച്ചതും ഒന്നിച്ചായിരുന്നു. ഞാനൊന്ന് കരഞ്ഞു. അങ്ങേ മുറി താമസിക്കുന്ന 5-8 പിള്ളേർ ഓടി വന്ന് അച്ഛനെന്തിനാ കരയുന്നത്? ചുറ്റും വന്ന് നിൽക്കുക. ഞാൻ നിലവിളിച്ച് കരയുക. ദൈവമക്കളെ, പ്രാർത്ഥിക്കാൻ കണ്ണടച്ചപ്പോൾ ഞാൻ കരഞ്ഞത് എന്തിനാണെന്നറിയാമോ? പ്രാർത്ഥിക്കാൻ കണ്ണടച്ചപ്പോൾ ഞാൻ നിലവിളിച്ചത് എന്തിനാണെന്നറിയാമോ? പ്രാർത്ഥിക്കാൻ കണ്ണടച്ചപ്പോൾ ഒരു കരം അന്തരീക്ഷത്തിലെത്തുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ആരെങ്കിലും എവിടെയെങ്കിലും ദർശനമെന്നോ ദൂതെന്നോ പറഞ്ഞാൽ അതുവരെ കളിയാക്കി പരിഹസിച്ചുകൊണ്ടിരുന്ന എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം അന്തരീക്ഷത്തിൽ ഒരു കരം എഴുതുകയാ. ദൈവമക്കളെ, അതൊരു തോന്നലോ വികാരമോ ആവേശമായിരുന്നില്ല. ഈ ഭിത്തിയിൽ ഒരു വാക്യം എഴുതിയിട്ട് നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് എങ്ങനെ വായിക്കുന്നോ അതുപോലെ യേശുവിന്റെ കരം അന്ന് രാത്രി എന്നെ എഴുതി കാണിച്ചു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെട. ഞാൻ നിലവിളിച്ച് കരയുക, ഞാൻ വാവിട്ട് കരയുക. 2-3 മിനിറ്റ് കരഞ്ഞു കാണും. ഞാൻ രചനയിലെ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ആ കരം അന്തരീക്ഷത്തിൽ എഴുതുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും. ഞാൻ നിലവിളിച്ച് കരയുക, ഞാൻ വാവിട്ട് കരയുക. ദൈവമക്കളെ, ദർശനം കണ്ട ആത്മവശത ഞാൻ കരയുമ്പോൾ എന്നെ കുറിച്ച് ദൂത് പറഞ്ഞ ദൈവദാസനുണ്ടല്ലോ, അദ്ദേഹം വീണ്ടും ദൂത് പറയുക, വീണ്ടും പ്രവചിക്കുക. അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് പറയുന്നു, മോന്റെ പേര് പറയുന്നു, മോടെ പേര് പറയുന്നു, കുടുംബ പശ്ചാത്തലം പറയുന്നു, ഞാൻ നടത്തിയ പള്ളികളുടെ പേര് പറയുന്നു, അതിന്റെ പശ്ചാത്തലം പറയുന്നു. അവിടെ ഇരിക്കുന്നവരിൽ എന്റെ ഭാര്യയുടെ പേര് ഏലിയാമിയാണെന്നുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാര്യം എന്താണെന്നറിയാമോ? അവിടെ ഇരിക്കുന്ന മൺറുകാട്ടുകാര് എന്റെ ഭാര്യയെ വിളിക്കുന്നു ഒന്നേ കുഞ്ഞോളാൻറ്റി അല്ലെങ്കിൽ അമ്മായി എന്നാ. ഈ മനുഷ്യൻ പറയും ഏലിയാമ്മ ഏലിയാമ്മ ഏലിയാമ്മ, രാഹുല് രാഹുല് രാഹുല്, രേഖ രേഖ രേഖ. ഇവരെ 3 പേരെ ദൈവം അനുഗ്രഹിക്കുന്നു. എന്നിട്ട് എന്റെ കുടുംബ പശ്ചാത്തലം പറയുന്നു. കോലഞ്ചേരി എഴുപ്പുറം പള്ളിയുടെ ചാപ്പലിലെ വികാരിയച്ഛനാ ഞാനെന്ന്. അവിടെ ഇരിക്കുന്നതിൽ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. 2004 നവംബർ മാസം വരെ ഞാൻ നടത്തിയ പള്ളി പെരുമ്പള്ളി പള്ളിയാണെന്ന് അവിടെ ഇരിക്കുന്നവർ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാര്യം എന്താണെന്നറിയാമോ? ബാക്കി എല്ലാവരും ബന്ധുക്കോസുകാരാ.
കോലഞ്ചേരിൽ ഇങ്ങനെ ഒരു പള്ളിയുണ്ടെന്ന് അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അറിയത്തില്ല. പക്ഷേ ഈ മനുഷ്യൻ പറയുക എഴുപ്പുറം പെരുമ്പള്ളി എന്ന് പറഞ്ഞ് മറുവശത്ത് പള്ളിയുടെ പശ്ചാത്തലം പറയുക. ഒരു വശത്ത് ഞാൻ ദർശനം കണ്ട് ആത്മവശത്തെ കരയുന്നു, മറുവശത്ത് ദൈവദാസൻ ദൂത് പറയുന്നു. ഒരു 10 മിനിറ്റ് ആയി കാണും. എന്നെ കുറിച്ച് ദൂത് പറഞ്ഞ ദൈവദാസന്റെ കരത്തിൽ കയറി ഞാൻ പിടിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പാട്രെ നാളെ രാവിലെ എനിക്ക് വിശ്വാസ സ്നാനമേക്കണമെന്ന് പറഞ്ഞു. ദൈവമക്കളെ, 2005 ഒക്ടോബർ 20 വ്യാഴാഴ്ച 5 മണിക്ക് ഒരച്ഛനായിട്ട് ഞാൻ ദുബൈയിൽ ചെന്നെങ്കിൽ പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് ആ ദൈവദാസന്റെ കൈക്കീഴിൽ ഞാൻ വിശ്വാസ സ്നാനമേറ്റു. ഞാൻ സ്നാനപ്പെട്ടത് ഒരു മനുഷ്യനും പറഞ്ഞിട്ടല്ല, ഞാൻ സ്നാനപ്പെട്ടത് എന്റെ യേശു എന്നോട് പറഞ്ഞിട്ടാ, എന്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടാ. അതുകൊണ്ട് ഈ തലമുറയിൽ ആരെ കണ്ടാലും ഞാൻ പറയും, രക്ഷയ്ക്ക് വിശ്വാസ സ്നാനം ആവശ്യമാണെന്ന്. മോനെ, യേശു ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ മധ്യാകാശത്ത് വെളിപ്പെടുമ്പോൾ ആ സൗഭാഗ്യത്തിന്റെ മണവറയിൽ പ്രവേശിച്ച് പിതാപുത്ര പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിത്യ ആനന്ദം അനുഭവിക്കണമെങ്കിൽ നീ വിശ്വസിച്ച് സ്നാനമേറ്റേ മതിയാകൂ. നീ വിശ്വസിച്ച് സ്നാനമേറ്റേ മതിയാകൂ. ഈ ബോധ്യം എനിക്ക് തന്നതെന്റെ ദൈവമാ. ഈ ഭൂമിയിലെ 702 കോടി ജനം, 72 കോടി ബന്ധിക്കോസുകാര്, 72 കോടി ബന്ധുക്കോസുകാര് ഈ ചാരമ്മൂടിൽ ഒന്നിച്ചു കൂടിയിട്ട് എന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുക, അച്ഛാ, രക്ഷയ്ക്ക് വിശ്വാസസ്നാനം ആവശ്യമില്ല, അത് ഞങ്ങൾ വെറുതെ പഠിപ്പിച്ചതാ, ആളെ കൂട്ടാൻ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ ബന്ധുക്കോസുകാരുടെ നേരെ വില്ല് ചൂണ്ടിക്കൊണ്ട് പാവപ്പെട്ട ഞാൻ പറയും, എന്ത് പറയുമെന്നറിയാമോ? ഒരു വ്യക്തിയുടെ രക്ഷയ്ക്ക് വിശ്വാസസ്നാനം ആവശ്യമാ. ഒരു വ്യക്തിയുടെ ആത്മരക്ഷയ്ക്ക് വിശ്വാസസ്നാനം ആവശ്യമാ. ആ ബോധ്യം എനിക്ക് തന്നതെന്റെ ദൈവമാ. ആ ബോധ്യം എനിക്ക് തന്നതെന്റെ ദൈവമാ. ദൈവമക്കളെ, ഞാനേ വിശ്വാസസ്നാനമേറ്റു. ദൈവമക്കളെ, ഒരു 3-4 തലമുറയിൽ ജീവിച്ചനുഭവിക്കേണ്ടത് മുഴുവൻ ഞാൻ ഈ 2 വർഷം 3 മാസം കൊണ്ട് അനുഭവിച്ചു. അതിന്റെ ഒരു ബാക്കി പത്രമായത് ഈ ഒടിവും ഈ വേദനയും ചട്ടും. തലേ ദിവസം ദൈവം ദർശനത്തിൽ കാണിച്ചിട്ടാ പിറ്റേ ദിവസം ഈ വണ്ടി ഇടിച്ചത്. ഒരു സമുദായം വിട്ടു വന്നതല്ലേ പോര്, അതിന്റെ പ്രത്യാഖ്യാതമാ. ദൈവമക്കളെ, ഇന്ന് ഹൃദയത്തിൽ മുറിവായി കിടക്കുന്നു. രാവിലെ 8 മണിക്ക് ഞാൻ സ്നാനപ്പെട്ടെങ്കിൽ അന്ന് 5 മണിക്ക് എന്റെ +1 പഠിക്കുന്ന 17 വയസ്സുള്ള മോൻ മൺട്രിയാട്ട് വെച്ച് മർദ്ദിക്കപ്പെട്ടു. അവൻ ഓടിച്ചെന്നവന്റെ മമ്മിയോട് പറഞ്ഞു, മമ്മി അവനെ തല്ലാനോങ്ങി. നീ എന്താ പപ്പയെ കുറിച്ച് വൃത്തിയോട് പറയുന്നത്? പപ്പ എന്നെ ബന്ധുക്കോസിൽ ചേരാൻ പോയതാണോ? മക്കളെ, എന്റെ +1 പഠിക്കുന്ന മോൻ, 8 പഠിക്കുന്ന മോള് പഠിത്തം നിർത്തേണ്ടി വന്നു. പള്ളിയുടെ സ്കൂളില്ല, പുറത്തു പോരേണ്ടി വന്നു. ചിലർ പറഞ്ഞ് 1 കോടി രൂപ കിട്ടി, ചിലർ പറഞ്ഞ് 50 ലക്ഷം രൂപ കിട്ടി, ചിലർ പറഞ്ഞ് 25 ലക്ഷം രൂപ കിട്ടി. മൈക്ക് കിട്ടിയവരൊക്കെ വായി വന്നതെല്ലാം വിളിച്ചു പറഞ്ഞു. ചിലർ പറഞ്ഞ് കോട്ടയത്തെ സ്വർഗീയ വിരുന്നിലെ തങ്കു എന്നെ വിലയ്ക്ക് മേടിച്ചെന്ന്. ദൈവമക്കളെ, ഞാൻ വിശ്വാസ സ്നാനമേക്കുമ്പോൾ ഇന്ത്യയുടെ 2 100 രൂപ നോട്ട് എന്റെ പോക്കറ്റിലുണ്ട്. അടുത്ത നേരെ എവിടുന്ന് ഭക്ഷണം കഴിക്കും, എവിടെ അന്തി ഉറങ്ങും, ഇതൊന്നും മുമ്പിൽ കണ്ടുകൊണ്ടല്ല ഞാൻ സ്നാനപ്പെട്ടത്. യേശു പറഞ്ഞു, അതനുസരിച്ചു. എന്റെ മൂത്ത ചേട്ടൻ സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ടായിരിക്കാം സഭയെ വഞ്ചിച്ച് കുടുംബത്തെ അവമാനിച്ചെന്ന് പറഞ്ഞ് രാത്രി വന്ന് വടിയെടുത്ത് വീടിന്റെ ജനലെല്ലാം തല്ലിപ്പൊട്ടിച്ചു. എന്റെ അമ്മ ചോദിച്ചു, മോനെ, മരിക്കുമ്പം കാണാൻ വരില്ലേ? എന്റെ ഭാര്യ 14 ദിവസം കട്ടിലേ കിടന്ന് കരഞ്ഞു. എനിക്ക് എന്തോ അബദ്ധം പറ്റിയെന്ന് വിചാരിച്ച്. അവസാനം എന്റെ ഭാര്യ എനിക്ക് എഴുതി, അച്ഛാ, പോയതുപോലെ ഒരച്ഛനായിട്ടല്ല മടങ്ങി വരുന്നതെങ്കിൽ മടങ്ങി വരുമ്പോൾ ഞാനും എന്റെ കുഞ്ഞുങ്ങളെ വീട്ടിൽ കാണില്ല, ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. 2 പ്രാവശ്യം എനിക്ക് എഴുതി. അച്ഛൻ ബെന്തിക്കോസിൽ ചേർന്നെങ്കിൽ ഞങ്ങൾ ഇവിടം കൊണ്ട് ജീവിതം അവസാനിപ്പിക്കും. 2 പ്രാവശ്യം എനിക്ക് എഴുതി. 6 മാസത്തിന്റെ ഇടയിൽ ദൈവമക്കളെ, എന്റെ മൂത്ത ചേട്ടന്റെ മോന്റെ കല്യാണം നടന്നു, സഹോദരിയുടെ കല്യാണം നടന്നു. പക്ഷേ എന്നെ മാത്രം സംബന്ധിപ്പിച്ചില്ല. കേരളത്തിൽ കാലി ചവിട്ടാൻ നിവൃത്തിയില്ലാതെ 6 മാസം ഞാൻ ദുബൈയിൽ കഴിയേണ്ടി വന്നു. മൺട്രിയാട്ടിൽ നിന്ന് അച്ഛൻ പുറത്തു പോയാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഞാൻ പറയാതെ മനസ്സിലാകും. സ്നേഹിച്ചവരും ആദരിച്ചവരും ബഹുമാനിച്ചവരും അനുസരിച്ചവരൊക്കെ ശത്രുക്കളായി മാറി. കള്ളുകുടിച്ചിട്ട് വീട്ടുപാതയ്ക്ക് വന്ന് ചീത്ത പറയുമ്പോൾ സഹോദരിൽ ഒരാൾ ഇറങ്ങിച്ചെന്നാൽ ആ നാട്ടിൽ ആരും മുതിരില്ലായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. മക്കളെ, ഏറെ പറഞ്ഞാൽ നിങ്ങൾ ഏറെ വേദനിക്കേണ്ടി വരും. ഞാൻ അവിടെ കൊണ്ട് നിർത്തിയാണ്. ഇത്രയും പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? നിങ്ങളെ ആരെയും വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല.
ഇത്രയും പറഞ്ഞത് ദൈവമക്കളെ നിങ്ങളുടെ ആരുടെ സഹതാപം പിടിച്ചു പറ്റാൻ പറഞ്ഞതുമല്ല. എന്തിനാ പറഞ്ഞെന്നറിയാമോ? ഒരു കാര്യം പറയാനാ. എന്താണെന്നറിയാമോ? ഇന്ന് എല്ലാറ്റിനും ദൈവം നീക്കുപോക്ക് തന്നു. എല്ലാറ്റിനും ദൈവം നീക്കുപോക്ക് തന്നു. ദൈവമക്കളെ, യേശുവിൽ ആശ്രയിച്ചാൽ ലജ്ജിക്കേണ്ടി വരില്ല. യേശുവിൽ ആശ്രയിച്ചാൽ ഒരു നന്മയ്ക്കും കുറവ് വരില്ല. ഈ ദൈവം അനുഗ്രഹിക്കും. നമ്മൾ വിചാരിക്കും നഷ്ടപ്പെട്ടെന്ന്, തീർന്നു പോയെന്ന്, അവസാനിച്ചെന്ന്. ഇല്ലെന്ന്. നഷ്ടത്തെ ലാഭമാക്കുന്നവനാ ദൈവം. നഷ്ടത്തെ ലാഭമാക്കുന്നവനാ ദൈവം. ഇല്ലെന്നേ, ഈ ദൈവം അനുഗ്രഹിക്കും. എന്റെ ഭാര്യ സ്നാനപ്പെട്ടു, എന്റെ മോൻ സ്നാനപ്പെട്ടു, മുമ്പേ പറഞ്ഞ ലതമോള് കുടുംബമായി സ്നാനപ്പെട്ടു. ഈ 2 വർഷം 3 മാസം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്ത് 18 പേര് സ്നാനപ്പെട്ടു. ദൈവമക്കളെ, ഒരക്ഷരം പോലും പാവപ്പെട്ട അച്ഛൻ കൂട്ടി പറയില്ല. ഇന്നലെ രാത്രി 10 മണി വരെ കേരളത്തിലും പുറത്തുമായി ഏകദേശം ഈ 2 വർഷം 3 മാസം കൊണ്ട് 4000-ഓളം പേരെ വിശ്വാസ സ്ഥാനത്തിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഉന്നതത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഇന്നലെ രാത്രി എന്റെ സ്വന്തം നാട്ടിൽ പരുത്തമ്പാറ 18 ഓർത്തഡോക്സുകാരാ. ദൈവമക്കളെ, കഴിഞ്ഞ ശനി ഞായർ മാനന്തവാടിയില് സ്റ്റേജിലേക്ക് കയറി വന്നത് 100 ചില്ലുവാനും കത്തോലിക്കരാ. 100 ചില്ലുവാനും കത്തോലിക്കര്. അവര് പറഞ്ഞ് ഞങ്ങൾക്ക് സ്നാനപ്പെടണമെന്ന്. ദൈവമക്കളെ, ഓരോ ദിവസവും പ്രവർത്തിക്കുന്നു. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നുകൂടെ പറയാ. യേശുവിൽ ആശ്രയിച്ചാൽ ലഭിക്കേണ്ടി വരില്ല. എന്നെ കൊല്ലും തിന്നും അതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞവരൊക്കെ ഇപ്പൊ രഹസ്യത്തിൽ എന്നോട് പറയാറുണ്ട്, പ്രാർത്ഥനയും ഞങ്ങളെ ഓർക്കണം. അതാ നമ്മുടെ യേശു. പാട്ടറെ, അതാ നമ്മുടെ യേശു. ഈ ദൈവം ഉയർത്തും. ഈ ദൈവം വാലല്ല തലയാക്കും. ഈ ദൈവം ഉയർത്തും. എന്റെ മോനെനിക്ക് ദേഷ്യത്തോടെ ഒരു ചോദ്യം ചോദിച്ചു. എന്റെ ഹൃദയം മുറിഞ്ഞുപോയി. പപ്പ വിശ്രമമില്ലാതെ ഒരച്ഛനായിട്ട് കുപ്പായിട്ട് തൊപ്പിയും വെച്ച് കേമനായി കേരളത്തിൽ കൂടെ മറ്റ് രാജ്യങ്ങളിൽ കൂടി ഓടി നടന്നതല്ലേ, ഇനി മൂലയ്ക്ക് കുത്തിയിരിക്കാമല്ലോ എന്ന്. ദൈവമക്കളെ, അച്ഛനായിരുന്നെങ്കിൽ കാലൊടിഞ്ഞ് 6 മാസമെങ്കിലും കട്ടിലേ കിടക്കുമായിരുന്നു. ഇത് കാലൊഞ്ഞിട്ടിഞ്ഞിട്ടും നിലത്ത് നിൽക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. ദൈവമക്കളെ, ഒരു മിനിറ്റ് പോലും മടങ്ങിയിരിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. ഈ ദൈവം കരുതുമെന്ന്, ഈ ദൈവം അനുഗ്രഹിക്കുമെന്ന്, ഈ ദൈവം ഉയർത്തുമെന്ന്. അനുഭവമുള്ളവർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. അനുഭവമുള്ളവർ കരമുയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യ്. ദൈവമക്കളെ, ഞാനൊരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കുക. ഇത് ചോദിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ നിർത്തുക. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാനാ. എല്ലാവരും സഹകരിക്കണം. ചോദിക്കുന്നത് മറ്റൊന്നുമല്ല. സഹകരിച്ച് ഇവിടെ ഇരിക്കുന്നവരിൽ വിശ്വാസ സ്നാനം ഏറ്റിട്ടില്ലാതിരുന്ന് കൈപൊക്കിക്ക്. നിങ്ങൾക്ക് വേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിക്കട്ടെ. വേണ്ട, വിശ്വാസ സ്നാനം ഏറ്റിട്ടില്ലാത്ത എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് അച്ഛനൊന്ന് പ്രാർത്ഥിക്കട്ടെ. 14 വയസ്സിന് മുകളിലുള്ള വിശ്വാസ സ്നാനം ഏറ്റിട്ടില്ലാത്ത എല്ലാവരും, മുതിർന്ന പ്രായത്തിലെ സ്നാനം ഏറ്റിട്ട് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. എല്ലാവരും സഹോദരികൾ, നിങ്ങൾ മറ്റാരെയും നോക്കാതെ ഒന്ന് എഴുന്നേറ്റ്. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. ദൈവമക്കളെ, എഴുന്നേക്കാൻ മടിക്കുന്നെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. ഇങ്ങോട്ട് ശ്രദ്ധിച്ച്. നമുക്ക് ഏറ്റവും വലുത് യേശുവാ കേട്ടോ. നമുക്ക് ഏറ്റവും വലുത് യേശുവാ. ഇനി മറ്റൊരു കാര്യം പറയാൻ പോവാ. യേശു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലുത്, അത് പറയാൻ പോവാ. യേശു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ ആത്മാവിന്റെ രക്ഷയാ. നമ്മുടെ ആത്മാവിന്റെ രക്ഷയാ. അത് കഴിഞ്ഞുള്ള കാര്യമേ ഉള്ളൂ. അത് കഴിഞ്ഞുള്ളതേ ഉള്ളൂ. എല്ലാം അത് കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് വിശ്വാസനാനേക്കാത്ത എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. എല്ലാവരും എഴുന്നേറ്റ്. ഇനി ആ വഴിയോരത്തൊക്കെ നിൽക്കുന്നവരിൽ ഇങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങോട്ട് കയറി വന്നിരുന്നേറ്റ് നിൽക്കാം. അവസരമുണ്ട്. എല്ലാവരും ഇനിയുണ്ട്. ദൈവാത്മാവ് ഉള്ളി പറയുന്നു, പരിശുദ്ധാത്മാവ് ഉള്ളി പറയുന്നു. ഇനിയുണ്ട്. ഒന്നിരുന്നേറ്റ്. ഞാനൊരു 3-4 മിനിറ്റ് കൂടി എടുക്കുക കേട്ടോ. എടുക്കുക. ആ നിൽക്കുന്ന എല്ലാവരും എന്റെ മുഖത്തേക്ക് നോക്കി. ഇനി ആരെങ്കിലും ഉണ്ട് എഴുന്നേറ്റ് മുഖത്തേക്ക് നോക്കിക്കേ. ഇരിക്കുന്നവരും മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ഞാൻ മൈക്ക് താക്ക് വെക്കുന്നവർ ഒരു കാരണത്താലും ആരും എഴുന്നേൽക്കരുത്. വലിയ ഇതില് ഈ 5 ദിവസത്തെ ഏറ്റവും ശ്രദ്ധമായ ശുശ്രൂഷയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ദൈവദാസന്മാരെല്ലാരും പ്രാർത്ഥിച്ച് ആ നിൽക്കുന്ന എല്ലാവരും എന്റെ മുഖത്തേക്ക് നോക്കിക്ക്. ഒരു കാര്യം പറയാൻ പോവാ. ദൈവമക്കളെ, വിശ്വാസ സ്നാനം എന്ന് പറയുന്നത് ബെന്തിക്കോസിൽ ചേർക്കുന്ന ഒരു കാര്യമല്ല. ബെന്തിക്കോസുകാരുടെ പഠിപ്പിക്കലുമല്ല. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ബെന്തിക്കോസിൽ ചേർന്നതല്ല. വിശ്വാസ സ്നാനം എന്ന് പറയുന്നത് ഭൂമിക്ക് മാധ്യമമാകേണ്ടതിന് 40-ാം ദിവസം ഉന്നതത്തിലേക്ക് ആരോഹണം ചെയ്തതിനും യേശു പറഞ്ഞ വാക്ക, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അത് യേശുവിന്റെ വാക്ക. അപ്പം പാട്ട് ഞാനും പറഞ്ഞിട്ടുണ്ട്, എടുത്തെഴുതിയതാണ്. ഇനി എങ്ങനെ എഴുതിയത് വായിക്കോട്ടെ. ഈ പുസ്തകത്തിലെ ഓരോ വാക്കിന്റെ പിന്നിൽ പരിശുദ്ധാത്മാവാ. ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. ചെങ്കടൽ ഉണങ്ങിയ നിലത്തൂടെ നടന്നു 10,000 കണക്കിന് കുഞ്ഞുങ്ങൾ.
അബ്രഹാമിൽ കൊടുത്ത നിയമം പരിച്ഛേദന 8-ാം ദിവസം സ്നാനത്തിന് മുൻകുറി ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ആ നിൽക്കുന്ന ദൈവമക്കൾ, ഇവിടെ നിൽക്കുന്ന ദൈവജനം ഒരു കാര്യം മനസ്സിലാക്കണം. പഴയ നിയമസഭയുടെ ബാക്കിയല്ല പുതിയ നിയമസഭ. പഴയ നിയമസഭയുടെ തുടർച്ചയല്ല പുതിയ നിയമസഭ. പുതിയ നിയമസഭ യേശുവിന്റെ ചങ്കിലെ രക്തം കൊണ്ട് വിലയ്ക്ക് മേടിച്ച സഭയാ. യേശുവിന്റെ ചങ്കിലെ രക്തം കൊണ്ട് വിലയ്ക്ക് മേടിച്ച സഭയാ. ആ സഭയുടെ പ്രമാണം യേശുവിന്റെ വാക്ക. ആ സഭയെ നടത്തുന്ന പരിശുദ്ധാത്മാവാ. ഞാനൊരു കണക്ക് പറയാം. ഇന്ന് 5.5 ലക്ഷം ബെന്തിക്കോസുകാർ കേരളത്തിലുണ്ടെങ്കിൽ കുഞ്ഞേ, ഇന്നത്തെ ഒഴുക്ക് തുടരുകയാണെങ്കിൽ യേശു രണ്ടാമത് വരാൻ 50 വർഷം കൂടെ താമസിച്ചാൽ ഈ 5.5 ലക്ഷം 55 ലക്ഷമായി മാറും. കാര്യം എന്താണെന്നറിയാമോ? ഇതിലേക്ക് ജനം ഒഴുകിക്കൊണ്ടിരിക്കുക. കാര്യം എന്താണെന്നറിയാം? ആത്മരക്ഷയ്ക്ക് ഇത് ആവശ്യമായതുകൊണ്ടാ. ഞാന് ദൈവമക്കളെ അനേക രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഞാൻ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അച്ഛനായിരുന്നപ്പോൾ ഇപ്പോഴും പഞ്ചാബിൽ ചെന്ന പഞ്ചാബികൾ ബന്ദിക്കോസിലുണ്ട്, ബീഹാറിൽ ചെന്ന ബീഹാറികൾ ബന്ദിക്കോസിലുണ്ട്, ഒറീസയിൽ ചെന്ന ഒഡിയക്കാരി ബന്ദിക്കോസിലുണ്ട്, വേണ്ട സൗദിയിൽ ചെന്ന അവിടുത്തെ അറബികൾ ബന്ദിക്കോസിലുണ്ട്. കാര്യം എന്താണെന്നറിയാമോ? ഇത് സത്യമായതുകൊണ്ടാ. എവിടെ ചെന്നാലും നിങ്ങൾ നിൽക്കുന്നിടത്ത് കുറെ 5-5 ലക്ഷം മലയാളികൾ മാത്രം, ലോകം മുഴുവൻ അത്രയും. എന്നാൽ ഈ ഭൂമിയിൽ 72 കോടിയുണ്ട് ബന്ദിക്കോസുകാര്. 72 കോടിയുണ്ട് ദൈവമക്കളെ. എല്ലാത്തിന്റെ എണ്ണം ദിവസം തോറും കുറയുമ്പോൾ ഇതിന്റെ എണ്ണം മാത്രം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കാര്യം എന്താണെന്നറിയാമോ? ഇത് രക്ഷയ്ക്ക് ആവശ്യമായതുകൊണ്ട്. അപ്പോൾ ആ നിൽക്കുന്ന സഹോദരനുണ്ടല്ല, വെള്ളവസ്ത്രം ധരിച്ച മോൻ, അവൻ എന്നോട് ചോദിക്കുക, അച്ഛൻ പറഞ്ഞോ? ഞങ്ങൾ സമ്മതിച്ചു. അച്ഛൻ പറഞ്ഞതൊക്കെ ഞങ്ങൾ ശരിയാ, വചനവും ശരിയാ, സാക്ഷ്യവും ശരിയാ. പക്ഷെ ബന്ദിക്കോസി പ്രശ്നമില്ലേ മോനെ? ബന്ദിക്കോസി പ്രശ്നം ഏറെയുണ്ട്. കൊള്ളരുതാത്ത എമ്പടിപ്പേര് ബന്ദിക്കോസിലുണ്ട്. ബന്ദിക്കോസി പ്രശ്നം ഉള്ളതുപോലെ ലോകത്തെങ്ങും പ്രശ്നമില്ല. ഇതിന്റെ അകത്ത് ജീവിതമില്ലാത്തവരുണ്ട്, ഇതുകൊണ്ട് പണം ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാ, നിങ്ങളുടെ അയൽവക്കത്തൊരു ബന്ദിക്കോസുകാരൻ തെറ്റ് ചെയ്തത് കൊണ്ട് നിങ്ങളുടെ ആത്മരക്ഷ നഷ്ടപ്പെടുത്തരുത്. തെറ്റ് ചെയ്തവനെ നമുക്ക് ദൈവത്തിന്റെ കോടതി വിടാം, അവനെ ദൈവം ന്യായം വിധിക്കട്ടെ. ഇതിന്റെ അകത്ത് എന്തെല്ലാം കുഴപ്പക്കാരുണ്ടെങ്കിലും ഒരു കാര്യം ഞാൻ പറയാ, മാർഗം 100% ശരിയാ. ഈ മാർഗം 100% ശരിയാ. ആരാധന ആത്മാവിന് സത്യത്തിലുമാ. ബന്ദിക്കോസിന്റെ ആരാധന ആത്മാവിന് സത്യത്തിലുമാ. ബന്ദിക്കോസുകാർ പഠിപ്പിക്കുന്ന വചനത്തിൽ ഒരു മായവും ഇല്ല. നിങ്ങൾ വിശ്വാസ സ്നാനമേറ്റ് ഈ മാർഗത്തിൽ വന്ന് വിശുദ്ധിയോടെ ജീവിച്ചാൽ യേശു വരുമ്പോൾ എടുക്കപ്പെടുക തന്നെ ചെയ്യും. ഞാനായിരുന്ന വലിയ ഇടവകയിൽ നിന്ന് 8-10 വർഷത്തിന്റെ ഇടയിൽ വിശ്വാസദാനമേറ്റ് ബന്ദിക്കോസിൽ പോയത് 600 ചില്ലുവാനും വീട്ടുകാരാ. എന്റെ ഡയറി കണക്കുണ്ട്. എപ്പം വിളിച്ചു ചോദിച്ചാലും കൊടുക്കാൻ എന്റെ ഡയറി കണക്കുണ്ട്. കാര്യം എന്താണെന്നറിയാമോ? ഇത് രക്ഷയ്ക്ക് ആവശ്യമായതുകൊണ്ട്. അതുകൊണ്ട് ദൈവമക്കൾ, ഇതാണ് ശരി. മറ്റേത് എന്ന് എവിടെ നിന്ന് വന്നെന്ന് എനിക്കറിയാം, എന്നൊക്കെ ഇവരെ അംഗീകരിച്ചു എന്നുള്ളതും എനിക്കറിയാം. ഞാനൊന്നിനെയും കുറ്റപ്പെടുത്തില്ല. പക്ഷേ രക്ഷയ്ക്ക് ഇത് ആവശ്യമാണ്. ഇതാണ് ശരി, ഇതാണ് സത്യം. അതുകൊണ്ട് ഇനിയും ആത്മരക്ഷ നഷ്ടപ്പെടുത്താതെ മറ്റ് മാർഗങ്ങളിൽ നിന്ന് വന്നതൊക്കെ നിങ്ങൾ വെടിഞ്ഞിട്ട്, ആരൊക്കെ എഴുതി വെച്ച ചില പ്രമാണങ്ങൾ പാരമ്പര്യമെന്ന് വിശ്വസിച്ച് നിങ്ങൾ വഞ്ചിക്കപ്പെടാതെ തിരുവചനത്തിന്റെ സത്യത്തിലേക്ക് വന്ന് തീരുമാനമെടുത്ത് ഒന്ന് തീരുമാനിക്കാമോ? എനിക്ക് ബോധ്യമായി, എനിക്ക് ഈശ്വരനാഥിരം എടുക്കപ്പെടണം, സ്വർഗത്തിൽ പോകണം. അതുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ച് യേശുവിനെ രക്ഷിതാകർത്താമായി സ്വീകരിച്ച് വിശ്വാസദാനത്തിന് വേണ്ടി സമർപ്പിക്കുക. തീരുമാനമെടുത്ത ദൈവമക്കളെന്ന് കരമുയർത്തിക്കുകയെ. അച്ഛൻ നിൽക്കുന്നവരിൽ തീരുമാനമെടുത്തവര് വേണ്ട, എല്ലാവരും കരമുയർത്തിക്കുക. നിൽക്കുന്നവരിൽ തീരുമാനമെടുത്ത ദൈവങ്ങൾ, തീരുമാനമെടുത്തവരെല്ലാം പെട്ടെന്ന് മുന്നോട്ടോടി വന്നേ. അച്ഛൻ്റെ വാക്ക് പ്രാർത്ഥിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും മുന്നോട്ട് കയറി വന്നേ. ദൈവസന്നിധിയിൽ സമർപ്പിച്ച, യേശുവിനെ രക്ഷിതാകർത്താമായി സ്വീകരിച്ച് വിശ്വാസ സ്നാനത്തിന് വേണ്ടി സമർപ്പിച്ച എല്ലാ ദൈവമക്കളും മുന്നോട്ട് കയറി വന്നേ. എല്ലാവരും മുന്നോട്ട് കയറി വന്നേ. വഴിയിൽ നിൽക്കുന്നവരോ, പിടിയത്തിന് ഇരിക്കുന്നവരോ, വീടിന്റെ ഓരത്തിരിക്കുന്നവരോ, ആരെങ്കിലും ദൈവസന്നിധി തീരുമാനമെടുത്തെങ്കിൽ ഇപ്പോൾ അവർക്ക് ഈ പന്തിലേക്ക്, സ്റ്റേജിന്റെ മുന്നിലേക്ക് കയറി വരാം. അയ്യോ, നമ്മൾ ഇത്രയോ സന്തോഷിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി സ്വർഗ്ഗം എത്രത്തോളം സന്തോഷിക്കുന്നു. കരമടിച്ച് ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ, കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഇന്ന് അനുഗ്രഹത്തിന്റെ ദിവസമാ. സ്റ്റേജിന്റെ അടുത്തേക്ക് വന്നേ. പ്രൈസ് ദി ലോർഡ്. സ്റ്റേജിന്റെ അടുത്തേക്ക് അവര് പെട്ടെന്ന് വന്നേ. കൊച്ചൊക്കെ കയ്യിലിരുന്നോട്ട് വന്നേ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ദൈവമക്കളെ, ഇനിയും ദൈവസന്നിധി തീരുമാനമെടുത്ത ആരെങ്കിലും ഉണ്ട്? മുന്നോട്ട് വന്നേ.
ദൈവം ഇന്ന് വലുത് ചെയ്തെടുത്തിരിക്കുക. ദൈവദാസന്മാരെല്ലാം എഴുന്നേറ്റ് വന്ന് ഇവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ഇവരെ വേർതിരിച്ച് ദൈവദാസന്മാരെല്ലാം മുന്നോട്ട് വന്ന് എഴുന്നേറ്റ് വന്ന് ഇവരുടെ തലയിൽ കൈവച്ച് യേശുവിന്റെ നാമത്തിൽ അങ്ങ് പ്രാർത്ഥിച്ച് ഒരാൾ മൈക്ക് മേടിച്ച് പരസ്യമായി പ്രാർത്ഥിക്കുക. മറ്റുള്ളവരെല്ലാം തലയിൽ കൈവച്ച് ഇന്ന് സ്വർഗ്ഗേറെ സന്തോഷിക്കുന്ന ദിവസമാണ്. മറ്റെല്ലാവരും ദൈവമക്കളെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ അങ്ങ് വേർതിരിച്ച് ഇരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ, ശക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ, അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. മൈക്കിൽ ദൈവദാസന് കൊടുത്തേ, പ്രാർത്ഥിക്കണം. ശക്തിയോടെ പ്രാർത്ഥിച്ച് സ്വർഗ്ഗം ഇറങ്ങി വന്ന രാത്രിയാ, സ്വർഗ്ഗം ഇറങ്ങി വന്ന രാത്രിയാ. എല്ലാവരും പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി മാറ്റമില്ലാത്ത വചനം കേട്ട നിന്റെ ജനം നിനക്കായി വേർതിരിയപ്പെട്ട ഈ രാത്രി നാളെ വിശ്വാസ സ്നാനമേൽക്ക മുന്നോട്ട് കടന്നു വന്ന ചെറിയവരെ വലിയവരെ പിതാവിന്റെ ബുദ്ധന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് നിന്റെ ദാസന്മാരായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വരും നാളുകളിൽ ഇത് നാമമഹത്വത്തിന്റെ വ്യാപ്തിക്കായി ഈ ജനം വേർതിരിയട്ടെ. പ്രാർത്ഥനകളുടേതായി സ്വാഗതം യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജീവിതങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹങ്ങളോട് കൂടെ വസിക്കട്ടെ, വർദ്ധിക്കട്ടെ, തലമുറയ്ക്ക് അത് അനുഭവമാകട്ടെ. സ്വർഗ്ഗത്തെ പ്രസാദിച്ച് വിളിച്ച് വേർതിരിച്ചല്ലോ. ഇവർ സമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ, വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു എതിർപ്പുകളോ അവഗണനയോ പോരോ ഉണ്ടാകാതെ ഇവർക്കെതിരായിട്ടുള്ള എല്ലാ പോരുകളെയും യേശുവിന്റെ നാമത്തിൽ യേശുവിനെ ബന്ധിച്ച് ഇവർക്ക് ജയം കൽപ്പിക്കുകയും ഇവരുടെ മേൽ ജയം പ്രഖ്യാപിക്കുകയും ചെയ്യാണ്. ദൈവമേ, സ്നാനക്കുളത്തിൽ ദൈവദാസന്റെ കൈക്കീഴിൽ ഈ ജീവിതങ്ങളെ വിശ്വാസ സ്ഥാനം ഏൽക്കുന്നത് ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വാസ കണ്ണ കാണുകയാണ്. ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വാസ കണ്ണ കണ്ട് അത് പ്രഖ്യാപിക്കുക. അങ്ങനെ സ്വർഗ്ഗം ചെയ്തിരിക്കുക. സ്തോത്രം. അനുഗ്രഹിക്കണം, മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ബോധ്യം ദൈവദാസന്മാർ തന്ന് നിങ്ങളെ സ്ഥാനപ്പെടുത്തും. നിങ്ങൾ ഈ സഭയോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ച് യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ദൈവമക്കളെ, നിങ്ങൾ പോയി ഇരുന്നാണ്. ദൈവമക്കളെ, എന്റെ വാക്ക് അവസാനിപ്പിച്ചു. നമ്മൾ ആരാധിച്ചപ്പോൾ പ്രസംഗത്തിന്റെ മധ്യത്തിൽ അനേക രോഗികൾക്ക് കർത്താവ് സൗഖ്യം തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ദൈവം വെളിപ്പെടുത്തിയത് അസ്ഥി സംബന്ധമായ രോഗത്തിൽ നിന്ന് അനേകരെ ദൈവം വിട്ടുവെച്ചിട്ടുണ്ട്. അതുപോലെ ഇടതുവശത്ത് പ്രസിഡന്റ് അടിയും മുടയും ഉണ്ടായിരുന്ന ഒരു യുവതിയെ ഇന്ന് രാത്രി യേശു തൊട്ട് സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ യുവതി അത് ശരീരത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഏറെ പേരോട് ദൈവം ഇന്ന് കരുണ കാണിച്ചിട്ടുണ്ട്. ചിലർക്ക് അഭിഷേകം തന്നിട്ടുണ്ട്. മാത്രമല്ല അനേകരെ സ്നാനത്തിലേക്ക് ദൈവം നടത്തി. മതി. അതുകൊണ്ട് മറ്റ് സുരക്ഷയൊന്നും ചെയ്തില്ല. വളരെ നന്ദിയുണ്ട്. നിങ്ങളെ ഞാൻ ചെല്ലുന്നിടത്തൊക്കെ ഇച്ചിരി എതിർപ്പുകളും ഭീഷണി, പ്രത്യേകിച്ച് വടക്കൻ മേഖലകളിൽ ഞാൻ പള്ളി നടത്തിയ സ്ഥാനത്തൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ബാക്കി കാര്യം ദൈവം നോക്കിക്കോളും. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമം എടുക്കട്ടെ. കരമുയർത്തി 3 ഹല്ലേലൂയ പറഞ്ഞാട്ടെ.